ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എക്സാം ഒക്കെ എത്തിയിട്ടുണ്ടല്ലേ? അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തായിട്ടുണ്ട്, ഒപ്പം നമ്മുടെ എക്സാമും എത്തിയിട്ടുണ്ട്. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, വളരെ കൂളായിട്ട് ഇരിക്കുക. അപ്പോൾ മിസ് ഇന്ന് എത്തിയിരിക്കുന്നത് ചാപ്റ്റർ 3 ബിഹൈൻഡ് സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനത്തിന് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാനാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നും. ശരിയാണ്, ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ എന്താണ്, കണ്ടന്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഭയങ്കര ടെൻഷനൊന്നും അടിക്കേണ്ട, വളരെ കൂളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ മിസ് സമയം കളയുന്നില്ല, നേരെ എന്താണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അവർ പറയുന്ന റെസ്പോൺസിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും പ്രതികരണമുള്ള ആൾക്കാരാണ് അല്ലെ? റെസ്പോൺസ് ചെയ്യാറുണ്ട്. ഒരു പൊടി വന്നു കഴിഞ്ഞാൽ നമ്മൾ തുമ്മുന്നുണ്ട് അല്ലേ? അതായത് പൊടി എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ എന്ത് വരുന്നു, അപ്പം തന്നെ നമ്മൾ തുമ്മിക്കളയുന്നു അല്ലേ? അതുപോലെ തന്നെ പുറത്ത് ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേർക്കുന്നുണ്ട്. ഓക്കെ, പുറത്തെ ആ ചൂടെന്ന് പറയുന്ന ആ ഒരു ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ബോഡിയിൽ എന്താണ് പ്രതികരിക്കുന്നത്, വിയർപ്പായിട്ടാണ്. അതുപോലെ തണുക്കുന്നു, നമ്മളപ്പോൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ചുറ്റുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് നമ്മുടെ ഓരോ പ്രതികരണങ്ങൾക്കും കാരണമാകുന്നത്. ഓക്കെ, ആ മാറ്റങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പ്രതികരണങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ ജൈവ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പോൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് പ്രതികരിക്കുന്നത് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് മിസ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിനെ കാണുന്നു, സുഹൃത്തിനെ കാണുന്നു, നമുക്ക് എന്തായിരിക്കും, സന്തോഷമായിരിക്കും അല്ലേ? നമ്മൾ ഭയങ്കര സന്തോഷവും ആവേശവും കൂടെ ഒക്കെ ഹഗ്ഗൊക്കെ ചെയ്യുക, എന്തൊക്കെയുണ്ട് വിശേഷം. അതായത് സുഹൃത്തിനെ കാണുക എന്നതായിരുന്നു നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ചുറ്റുപാട് തന്നിട്ടുള്ള ഒരു കാര്യം. നമ്മൾ റെസ്പോൺസ് എന്താണ്, നമ്മൾ ചിരിച്ചു, നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടി അല്ലെ? നമ്മളിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും A+ ഉണ്ട്, നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാർക്കാണ് ആ പ്രതികരണങ്ങൾക്ക് കാരണമായത്. ഓക്കെ, അതുപോലെ ഭക്ഷണം, നല്ല അടിപൊളി ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരുന്നു. ഫോർ എക്സാമ്പിൾ, മിസ്സിൻ്റെ വായിന്ന് ഇപ്പം തന്നെ വെള്ളം വന്നു. ഈ ബിരിയാണി, നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും പ്രധാന ഭക്ഷണമാണല്ലോ ബിരിയാണി. ഈ ബിരിയാണിയുടെ സ്മെല്ല് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ബിരിയാണിയാണ് കേട്ടോ, അതാണ് ബിരിയാണി വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഉമിനീര് വായിൽ സ്രവിക്കുന്നുണ്ട്. സലൈവ ഇൻ മൗത്ത്, അതായത് നമ്മുടെ വായിൽ എന്താണ്, ജസ്റ്റ് ഇങ്ങനെ തുപ്പലം വരും, തുപ്പലം എന്നാണ് നമ്മൾ പറയുന്നത്. സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഭയങ്കര വലിയ ശബ്ദം കേൾക്കും, അപ്പോൾ നമ്മളിങ്ങനെ ചെവി അടച്ചു പിടിക്കും. ഓക്കെ, ശബ്ദം വരുമ്പോൾ എന്താ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റെസ്പോൺസ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, നമ്മളപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊരു ശബ്ദമാണ് എന്ന് പറഞ്ഞ രീതിയിൽ ചെവി അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി ഭയങ്കര ചൂട് കാലാവസ്ഥ, ഹോട്ട് ക്ലൈമറ്റ് വരുന്നു, ഓൾറെഡി മിസ് പറഞ്ഞതാണ്. അപ്പം എന്താണ്, നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുന്നു. അതായത് ചുറ്റുപാട് നമുക്ക് തന്നിരിക്കുന്ന ഒരു കാരണം, അതെന്താണ്, നമുക്ക് റെസ്പോൺസിന് കാരണമാകുന്നുണ്ട്. ഇനി പ്രകാശ തീവ്രത, ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുക. മിസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു 4 ലൈറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ മിസ് എന്ത് ചെയ്യുന്നു, മിസ്സിൻ്റെ കണ്ണിലുള്ള കൃഷ്ണമണിയിലുള്ള പ്യൂപ്പിൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അഡ്ജസ്റ്റ് പ്യൂപ്പിൾ സൈസ്, അതായത് കൃഷ്ണമണിയുടെ ആ ഒരു സൈസ് ക്രമീകരിക്കുന്നുണ്ട്. ഇനി അതുപോലെ നമുക്ക് ദാഹിക്കുന്നു അല്ലേ? നമ്മുടെ വയറിൽ നിന്ന് ആരോ പറയും ഭയങ്കര ദാഹം വരുന്നുണ്ടെന്ന്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കുന്നു. ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന പോലെ ഈ സുഹൃത്തിനെ കാണുന്നതായിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ മണമായിക്കോട്ടെ, വലിയ ശബ്ദമായിക്കോട്ടെ, അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ തീവ്രത ആയിക്കോട്ടെ, ഇവയൊക്കെ എന്താണ്, നമ്മൾക്ക് പ്രതികരണങ്ങൾക്കുള്ള ഒരു കാരണമാണ്. ഈ കാരണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലി എന്ന്. എന്താണ് വിളിക്കുന്നത്, സ്റ്റിമുലി അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, ഇത് 2 തരത്തിലുള്ള ഉദ്ദീപനങ്ങളാണുള്ളത്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള സ്റ്റിമുലയാണുള്ളത്. ഒന്ന് എക്സ്റ്റേണലും ഒന്ന് ഇന്റേണലും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ളത്, അതായത് പുറത്ത് ബാഹ്യ ഉദ്ദീപനങ്ങളാണ്. ഓക്കെ, ഇനി ഇന്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തര ഉദ്ദീപനങ്ങളാണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഒരു പട്ടീനെ കണ്ടു. ഓക്കെ, പട്ടീനെ കണ്ടു കഴിയുമ്പോൾ നമ്മളെന്താ, പേടിക്കുന്നുണ്ട്, അത് പുറത്തു നിന്നുള്ള ഒരു സ്റ്റിമുലയാണ്. അതേസമയം നമുക്ക് ഇടക്കിടക്ക്, നമ്മുടെ സ്ഥിരം പണിയാണ് കേട്ടോ, ഇടക്കിടക്ക് വിശക്കുന്നു. അതെന്താ, നമ്മുടെ വയറ്റിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, അത് ശരീരത്തിനകത്ത് നിന്ന് വിശക്കുന്നുണ്ട്, വല്ലതും പോയി കഴിക്കടി എന്ന്, അല്ലെ വല്ലതും പോയി കഴിക്കടാ എന്ന് പറയുന്നത് എന്താ, ഇന്റേണലിൽ നിന്ന് കൊടുക്കുന്ന സ്റ്റിമുലയാണ്, നമ്മുടെ ശരീരത്തിനകത്തു നിന്ന് വരുന്ന സ്റ്റിമുലയാണ്. അതുപോലെ പുറത്ത് ഭയങ്കര തണുപ്പ് സമയത്ത് നമ്മൾ നല്ല ബ്ലാങ്കറ്റ് ഇട്ട് പുതക്കുന്നു. ആ പുതക്കൽ എന്ന് പറയുന്നത് എന്താ, റെസ്പോൺസാണ്. ഈ തണുപ്പ് അത് പുറത്തുനിന്നാണ് കിട്ടുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വല്ല ബാക്ടീരിയാസോ അല്ലെങ്കിൽ രോഗകാരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്തജൻസ് കയറി കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതിനെ പുറത്ത് കളയാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നുണ്ട്. അതെന്താ, ഇന്റേണലി നടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് ദാഹിക്കുന്നുണ്ട്, വാട്ടറിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം, ദാഹം എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ 2 തരത്തെ സ്റ്റിമുലയാണുള്ളത്, ഒന്ന് എക്സ്റ്റേണലും ഒന്ന് ഇന്റേണലും, അതായത് ബാഹ്യവും അതുപോലെ തന്നെ ആന്തരവും. ഇന്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തു നിന്നുള്ള സ്റ്റിമുലയാണ്, എക്സ്റ്റേണൽ അല്ലെങ്കിൽ ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള സ്റ്റിമുലയാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ
അപ്പോൾ അത് അതിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു പുറത്തുനിന്നൊരു മാറ്റം സംഭവിക്കുന്നു, നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ച് റെസ്പോൺസ് ഉണ്ടാകുന്നു. ഈ മാറ്റം വരണമെന്നെങ്കിൽ, ഈ മാറ്റത്തിനെ നമ്മുടെ ബോഡി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൻ്റെ പേരാണ് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പുറത്ത് നടക്കുന്ന എന്ത് ചേഞ്ചസ് ആയിക്കോട്ടെ അതിനെ നമ്മുടെ ബോഡി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ എന്തുണ്ട്, ഗ്രാഹികൾ വേണം. ആ ഗ്രാഹികൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. വിവിധ തരത്തിലുള്ള സ്റ്റിമുലി അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ ശരീരം തിരിച്ചറിയുന്നതിന് സവിശേഷമായിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്ന സെൽസ് എന്താണ് നാഡിയുടെ അഗ്രഭാഗത്താണ് കാണുന്നത്. ഈ അഗ്രഭാഗം വഴിയിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സവിശേഷമായിരിക്കുന്ന കോശങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്ന റിസപ്റ്റേഴ്സ് വഴിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പുറത്തുള്ള ചേഞ്ചസ് അറിയുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രാഹികൾ അല്ലെങ്കിൽ ഈ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിമുലൈസ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ ബോഡി ത്രൂ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓർ നെർവെൻറ്റിക്. അതായത് നെർവെൻറ്റിക് നാഡികളുടെ അഗ്രഭാഗത്തോ ആ കാണുന്ന സെൽസുകളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഭാഗമാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് വഴിയിട്ടാണ് നമ്മൾ പുറത്ത് തണുക്കുന്നു എന്നുള്ളത് അറിയുന്നത്, അല്ലെങ്കിൽ ചൂടെടുക്കുന്നു എന്നുള്ളത് അറിയുന്നത്, അല്ലെങ്കിൽ എന്താണ് കൈ പൊള്ളി എന്നുള്ളത് അറിയുന്നത്, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ടച്ച് ചെയ്തു എന്നുള്ളത് അറിയുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്മെല്ല് അറിയുന്നത് അല്ലെങ്കിൽ രുചി അറിയുന്നത്, നിങ്ങൾ എന്നെ കാണുന്നത്, നിങ്ങൾ എന്നെ കേൾക്കുന്നത്. അപ്പോൾ ഈ കേൾവി അല്ലെങ്കിൽ ഈ ശബ്ദമൊക്കെ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബോഡി പാർട്സിൽ ഒരു ഭാഗമുണ്ട്, അതാണ് റിസപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ കാണുന്നു, എൻ്റെ ഈ ഇമേജ് നിങ്ങളുടെ കണ്ണിൽ വന്ന് പതിച്ചതിന് ശേഷം ഈ ഇമേജിനെ സ്വീകരിക്കാനായിട്ട് കണ്ണിനകത്തുണ്ട് ഗ്രാഹികളുണ്ട്, എന്നാൽ മാത്രമേ നിങ്ങൾ എന്നെ കാണുകയുള്ളൂ. ഒരാൾ ടച്ച് ചെയ്തെങ്കിൽ അറിയണമെങ്കിൽ ഇവിടെ ടച്ചിനെ സ്വീകരിക്കുന്ന എന്ത് വേണം, ഗ്രാഹികൾ വേണം, റിസപ്റ്റേഴ്സ് വേണം, എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പുറത്ത് നടക്കുന്ന ചേഞ്ചസിനെ നമ്മുടെ ബോഡി എടുക്കണമെങ്കിൽ എന്താണ്, ഗ്രാഹികൾ വഴിയാണ് നമ്മുടെ ബോഡിയിലേക്ക് ആ പുറത്ത് നടക്കുന്ന ചേഞ്ചസ് അറിയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ ശരീരം തിരിച്ചറിയുന്ന സവിശേഷമായിരിക്കുന്ന കോശങ്ങളാണ്, അവയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന റിസപ്റ്റേഴ്സ്, അതായത് സ്റ്റിമുലേ പുറത്തുനിന്ന് ചൂടെന്നുള്ള ഒരു സ്റ്റിമുലേ വന്നു, ഈ സ്റ്റിമുല നേരെ എന്താണ് റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റിമുല എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ റെസ്പോൺസ് ഉണ്ടാകുന്നതിന് ഇടയിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ സ്റ്റിമുല, അതായത് ഇപ്പോൾ തണുപ്പ് എന്നുള്ള സംഭവം എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തു, അതായത് തണുപ്പ് പുറത്ത് എൻ്റെ ബോഡിയിൽ ഇവിടുത്തെ ഈ ഒരു ഗ്രാഹികൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ഏരിയയിലുള്ള സെൽസിൽ എന്താണ്, ന്യൂറോൺസിൽ വ്യത്യാസം വരും, ചാർജിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ ചാർജിൽ വ്യത്യാസം വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. എന്താണ്, റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു കേട്ടോ, റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. അതായത് നമ്മുടെ ബോഡിയിൽ പുറത്തുനിന്നുള്ള സ്റ്റിമുലേ എന്താണ്, നമ്മുടെ ഈ പറയുന്ന റിസപ്റ്റേഴ്സിന് പുറത്തുനിന്നുള്ള ഉദ്ദീപനങ്ങൾ നമ്മുടെ ഗ്രാഹികളിൽ എന്തുണ്ടാക്കുന്നുണ്ട്, മാറ്റങ്ങൾ, അതായത് വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാക്കി, അതായത് കുറച്ച് ചാർജസിലൊക്കെ മാറ്റം സംഭവിച്ചിട്ട് വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഈ സന്ദേശങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു മെസ്സേജിനെ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസിനെയാണ് എന്ത് വിളിക്കുന്നത്, റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ റിസപ്റ്റർ പൊട്ടൻഷ്യൽ കൂടിയാൽ ഉണ്ടാവുന്നതാണ് എന്ത്, ഈ പറയുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. അതായത് ഉയർന്ന അളവിൽ ഈ പറയുന്ന സന്ദേശങ്ങൾ എന്താണ് ഈ പറയുന്നത് ഉണ്ടാക്കുക, ആ ഒരു അതിനെയാണ് പറയുന്നത് ന്യൂറോൺ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഉണ്ടാകുന്ന ചേഞ്ചസ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ, അത് കൂടിയാൽ ഉണ്ടാവുന്നതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ആക്ഷൻ പൊട്ടൻഷ്യലാണ് ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസ് വഴി ഇമ്പൾസ് ആയിട്ട് മാറിയിട്ട് നേരെ ബ്രെയിനിലേക്ക് പോയിട്ട് നമ്മളോട് ഇന്ന കാര്യം പറയുന്നു. അപ്പോൾ ബ്രെയിൻ പറയുന്നു, അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്തോളാം. ഫോർ എക്സാമ്പിൾ, പുറത്ത് ഭയങ്കര തണുപ്പാണ്, തണുപ്പാണ്. ഓക്കെ, തണുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് ഈ തണുപ്പ് അങ്ങനെ മുട്ടിയിരിക്കുക. അപ്പോൾ എന്താണ്, ഈ സ്കിന്നിൻ്റെ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്കിന്നിൻ്റെ ഇവിടെയുള്ള ഗ്രാഹികൾ എന്താണ്, ഈ പറയുന്ന പൊട്ടൻഷ്യൽ, അവിടുത്തെ ചാർജിൽ വ്യത്യാസം സംഭവിച്ചിട്ട് അവിടെ സന്ദേശങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. അതായത് റിസപ്റ്റർ പൊട്ടൻഷ്യൽ പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്, ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറി അത് ഇമ്പൾസ് ആയിട്ട് നേരെ എൻ്റെ ബ്രെയിനിലേക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ ബ്രെയിൻ പറയും, തണുപ്പാണ്, നീ ഒരു പണി ചെയ്ത് ബ്ലാങ്കറ്റ് ഇട്ട് മൂടിക്കൊള്ളാൻ പറയും. അതിനനുസരിച്ചാണ് എൻ്റെ ബോഡിയിൽ എന്തുണ്ടാകുന്നത്, റെസ്പോൺസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്നൊരു ടോപ്പിക്കാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. കാരണം പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് നോക്കിയേക്കാം, ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യലും റിസപ്റ്റർ പൊട്ടൻഷ്യലിനെയും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി സെൻസറി റിസപ്റ്റേഴ്സ് ആൻഡ് സെൻസ്, അതായത് ഗ്രാഹികളും സംവേദനങ്ങളും. അതായത് ഗ്രാഹികൾ തിരിച്ചറിയുന്ന ഓരോ സംവേദനങ്ങളും എന്താണ്, നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ച് സെൻസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ജനറൽ സെൻസ് എന്നും മറ്റേത് സ്പെസിഫിക് സെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടായിട്ടാണ് ഈ പറയുന്ന സംവേദനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അല്ലെ, സെൻസിനെ എന്താണ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ജനറൽ സെൻസ് എന്നും അതുപോലെ സ്പെഷ്യൽ സെൻസ് എന്നും. ജനറൽ സെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പർശം ആയിക്കോട്ടെ, അതായത് ഇവിടെ ടച്ച് ചെയ്താൽ നമ്മൾ അറിയും, ഇവിടെ ടച്ച് ചെയ്താൽ അറിയും, കണ്ണിൽ
കണ്ണിൽ ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും, തലയിൽ ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചൂട് അങ്ങനെയല്ല, നമുക്ക് ഇവിടെ ചൂടെടുത്താൽ അറിയാൻ പറ്റും, ഇവിടെ ചൂടെടുത്താൽ അറിയാൻ പറ്റും, ഇവിടെയും ചൂടെടുത്താൽ അറിയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് നോർമലി ഇതൊക്കെ എവിടെയും അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ വേദന, നമുക്ക് ഇവിടെ വേദനിക്കും, കണ്ണിൽ വേദനിക്കും, തല വേദനിക്കും. ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ള സെൻസസ് ആണ്. ഓക്കെ, സെൻസാണ്. ഓക്കെ, പക്ഷേ ചില സ്പെസിഫിക് ആയിരിക്കുന്ന സെൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നോർമൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ടച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് പ്രഷർ ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് ജനറൽ സെൻസിൽ വരുന്നതാണ്. സ്പെഷ്യൽ സെൻസിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇത്തിരി പഞ്ചസാര കൈ കൊണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ രുചി അറിയാൻ പറ്റുമോ? ഇല്ല. അതെവിടെ വെക്കണം? നാവിൽ വെച്ചാൽ മാത്രമേ നമുക്കത് രുചി അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ ഫോൺ ഇവിടെ കൊണ്ടു കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ കൈ തിരിച്ചറിയും ഇത് ഫോണാണെന്നുള്ളത്. ഇല്ല, ഇത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിലാണ് കാണേണ്ടത്, അല്ലേ? അപ്പോൾ അതുപോലെ ഏതാണ് ഓരോന്നിനും ഓരോ സ്പെഷ്യൽ ആയിരിക്കുന്ന സ്ഥലം ഉണ്ടാവും. അത്തരം സെൻസിനെയാണ് സ്പെഷ്യൽ സെൻസ് എന്ന് പറയുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നത് ആരാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് ആണ് അത് ചെയ്യുന്നത്. അതിനായിട്ട് ഐയിൽ എന്തുണ്ടാ? ഫോട്ടോ റിസപ്റ്റർ എന്ന് പറയുന്ന ഗ്രാഹിയുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റർ എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ട്. അവരെയാണ് ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ണിൽ എന്താ ഏത് റിസപ്റ്ററാണ് ഉള്ളത്? ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ത് തിരിച്ചറിയും? വിഷൻ, കാഴ്ച സാധ്യമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് ഇയർ, ചെവി. നിങ്ങളിപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേടാ? ഈ ശബ്ദം കേൾക്കുന്ന ചെവിയുടെ അകത്ത് എന്തുണ്ട്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ശബ്ദഗ്രാഹികളുണ്ട്. ഈ ശബ്ദഗ്രാഹികളാണ് സൗണ്ട് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. ഇനി ടങ്ക്, നമ്മൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലേ? ഒരു ജ്യൂസ് കുടിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം എന്താ ചോറും അല്ലെങ്കിൽ പായസവും എന്ത് കഴിച്ചാലും അത് ടേസ്റ്റ് അറിയുന്നത് എന്താ? നമ്മുടെ ഈ പറയുന്ന നാക്കിൽ അല്ലെങ്കിൽ ടങ്കിൽ എന്തുണ്ട്? കീമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് സ്വാദ് അറിയുന്നില്ലേ, ടേസ്റ്റ് അറിയുന്നത്. ഇനി സ്കിന്നിൽ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്. ടച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്, തെർമോ റിസപ്റ്റേഴ്സ് ഉണ്ട്, പെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം റിസപ്റ്റേഴ്സ് ഉണ്ട്. ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ടച്ചും അതുപോലെ തന്നെ ടെമ്പറേച്ചറൊക്കെ അറിയുന്നത്. ഇനി അടുത്തത് നോസാണ്. നോസ് നമ്മുടെ മൂക്കിൽ എന്തുണ്ട്? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ഗന്ധഗ്രാഹികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താ മണം തിരിച്ചറിയുന്നത്. അപ്പം എൻ്റെ കുഞ്ഞു മക്കളെ, ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ കണ്ണിനുള്ളിലുള്ള റിസപ്റ്റർ ഏതാണ്, ചെവിയുടെ ഉള്ളിലുള്ള റിസപ്റ്റർ ഏതാണ്, ടങ്കിലുള്ളത് ഏതാണെന്നൊക്കെ ഉള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചൊക്കെ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഓൾഫാക്ടറി ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ കീമോ റിസപ്റ്റേഴ്സ് ടങ്കിലുള്ളതും നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതാണ് സാധാരണയായിട്ട് ചോദിക്കാറ്. ഇവിടെ നിന്ന് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ടങ്കും അതുപോലെ തന്നെ നോസും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി കണ്ണാണ്. നമ്മൾ നേരെ ഡയറക്റ്റ് കണ്ണിലേക്ക് അടയ്ക്കുകയാണ്. സ്പെഷ്യൽ സെൻസിലെ ഫസ്റ്റ് ഒരെണ്ണമാണ് കണ്ണെന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പുറത്തുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചും ധാരണ കിട്ടുന്നത് എന്തുവഴിയാണ്? കണ്ണ് വഴിയാണ്. നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത്, നിങ്ങൾ പഠിക്കുന്നത്, അല്ലെ, ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് നിങ്ങൾ കണ്ണ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ണ് എന്ന് പറയുന്ന ഒരു VIP ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഐ സോക്കറ്റിലടുത്താണ്, നമ്മുടെ ഈ പറയുന്ന തലയോട്ടിയുടെ ഐ സോക്കറ്റിലായിട്ടാണ് കണ്ണിനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന് പെണ്ണിൻ്റെ കണ്ണിൻ്റെ കുഴിയൊക്കെ കണ്ടെന്ന്. എടാ, കണ്ണിൻ്റെ കുഴി ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഫാറ്റ് ആവുന്ന സമയത്ത് ഇവിടുത്തെ ഈ പറയുന്ന അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഈ ഏരിയയിലെ ഫാറ്റ് പോകുമ്പോഴാണ് കറക്റ്റ് ആ കണ്ണിലെ കുഴിയൊക്കെ തിരിച്ചറിയുന്നത്. ഓൾറെഡി എല്ലാവർക്കും എന്തുണ്ട്? കണ്ണിലെ കുഴി പറയുന്ന ഐ സോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ പറയുന്ന കണ്ണ് എന്ത് ചെയ്തിരുന്നത്? ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഐ മസിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി കണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണിൽ എന്തുണ്ട്? ഐലിഡ്സ് ഉണ്ട്. നമ്മൾ ഈ മസ്കാരൊക്കെ പെൺപിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മസ്കാരയൊക്കെ പുരട്ടി സംഭവം സെറ്റ് ചെയ്തൊക്കെ വയ്ക്കുന്നുണ്ട്. ഇത് മസ്കാര പുരട്ടാനുള്ള സാധനമല്ല, ഇവിടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് പൊടിപടലങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി കണ്ണിലേക്ക് കൊടുത്തിരിക്കുന്നതാണ് എന്ത് ഈ പറയുന്ന ഐലാഷസ് എന്ന് പറയുന്നത്. ഇല്ല, സോറി, ഐലിഡ് എന്ന് പറയുന്നത് കേട്ടോ, അല്ല ഐലാഷസ്. ഇനി ഐലിഡ് എന്ന് പറയുന്നത് നമ്മുടെ കൺപോളെ എപ്പോഴും ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇതുപോലെ തന്നെ പുറത്തുനിന്ന് പൊടിപടലങ്ങളൊക്കെ കയറുന്ന സമയത്ത് കണ്ണടയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് ഐലിഡ്സ് എന്ന് പറയുന്നത്. ഇനി ലാക്രിമൽ ഗ്ലാൻഡ്, അതായത് നമുക്കൊരു കണ്ണുനീർ ഗ്രന്ഥി ഉണ്ട്. നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഉള്ളത് കണ്ണുനീർ ഗ്രന്ഥി. അത് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന എന്തിനാണ്? നമ്മുടെ ഈ പറയുന്ന കണ്ണിലുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യാനായിട്ട്. നമ്മൾ കരയുമൊക്കെ വിചാരിക്കും അയ്യോ എന്നെ കരഞ്ഞിറങ്ങി എൻ്റെ കണ്ണിന് കേടായിരിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. കണ്ണുനീർ ശരിക്കും നമ്മുടെ കണ്ണിന് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. കാരണം കണ്ണിലുള്ള വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എപ്പോഴും ഈർപ്പമാക്കാനായിട്ട് കണ്ണുനീര് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. പിന്നെ കണ്ണുനീരിൽ ഒരു എൻസൈം ഉണ്ട്, ലൈസോസോം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? പാത്തജൻസിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ കണ്ണിൻ്റെ നമ്മളിപ്പോഴും ഈ ഭാഗമില്ലടാ, ആ ഭാഗത്തിന് നടുക്കൊരു കുഞ്ഞ് ഭാഗമില്ല, ഇതിനെയാണ് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്യൂപ്പിൾ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും പ്യൂപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഇനി പിന്നെ ഈ ഒരു ഭാഗത്തിന്, ഈ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തിന് ആ ബ്രൗൺ കളർ, ചില ആൾക്കാർക്കൊക്കെ പൂച്ചക്കണ്ണെന്നൊക്കെ പറയും, ചിലർക്ക് അത് ബ്ലൂ കളറൊക്കെ ആയിരിക്കും. ആ ഭാഗത്തിന് നമ്മൾ ഐറിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു വൈറ്റ് ഭാഗത്തിന് നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്ക്ലീറ അല്ല കേട്ടോ, കൺജക്റ്റീവ. സ്ക്ലീറ ഏറ്റവും മുകളിലൂടെ പോകുന്നൊരു പാടയാണ്. നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പാരൻ്റ് ആയിരിക്കുന്ന ഒരു പാട പോകുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇനി കൺജക്റ്റൈവ, അതായത് നമ്മുടെ നേത്രത്തിനല്ല കണ്ണിനുള്ള ആവരണമാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത്. കോർണിയ ഒഴികെ, അതായത് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ഈ ഭാഗം ഒഴികെ എന്താണ് ബാക്കി ഈ ഒരു ഭാഗം ഒഴികെ, അയ്യോ കാണുന്നില്ലല്ലേ, കളർ മാറ്റാം.
ഈ ഒരു ഭാഗം ഒഴികെ ബാക്കി എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഭാഗമാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത്. എന്നാൽ അത് കവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് പറയാം, കണ്ണിനെ സംരക്ഷിക്കുന്നു, അല്ലെ പ്രൊട്ടക്ട് ദ ഐ നമുക്ക് പറയാൻ പറ്റും. ഇതുള്ളത് എന്തിനാണ്, നമ്മുടെ കണ്ണിന് കീപ് മോയിസ്റ്റ് ആൻഡ് ലൂബ്രിക്കേറ്റഡ്, അതായത് ഭയങ്കര ഈർപ്പമുള്ളതും അതുപോലെ തന്നെ വഴുവഴുപ്പുള്ളതാക്കാനായിട്ട് കൺജക്റ്റൈവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല കേട്ടോ, പ്രിവെൻറ്റ് ഡസ്റ്റ്, അതായത് ജേംസ് പൊടിപടലങ്ങളെയും ജേംസ് അണുക്കളെയും രോഗാണുക്കളെയും അതുപോലെ മറ്റു പദാർത്ഥങ്ങളെയൊക്കെ നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാനും ആര് സഹായിക്കുന്നുണ്ട്, കൺജക്റ്റൈവ എന്ന് പറയുന്ന ആ ഒരു ആവരണം എന്ത് സഹായിക്കുന്നുണ്ട്. ഇനി ലാക്രിമൽ ഗ്ലാൻഡ് ഓൾറെഡി പറഞ്ഞതാണ്, കണ്ണുനീർ ഗ്രന്ഥിയാണ്. അതായത് കൺപോളയുടെ മുകളിലായിട്ട് കാണപ്പെടുന്നു, കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ എന്താണ്, കണ്ണുനീരിൽ എന്താണ് ആ ഒരു ഭാഗത്ത് ഈർപ്പമുള്ളതാക്കാനായിട്ട് ദ ടിയേഴ്സ് ആർ എസെൻഷ്യൽ ടു കീപ് ദ സർഫേസ് ഓഫ് ദ ഐ മോയിസ്റ്റ്, അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കാനും സഹായിക്കുന്നുണ്ട്. എലിമിനേറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ്, നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതും ആരാണ്, അതായത് അതുമാത്രമല്ല കേട്ടോ, അതായത് നമ്മുടെ കണ്ണുനീരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് പോകാനായിട്ട്. പിന്നെ അണുബാധകളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമുകൾ എന്താണ് നമ്മുടെ കണ്ണീരിലുണ്ട്. അപ്പോൾ അതും എന്താണ് നല്ലത്. അപ്പോൾ ഇടക്കിടക്ക് കരയുന്നത് നല്ലതാണ്. എന്തെങ്കിലും അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തെങ്കിലും പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ അപ്പോൾ കണ്ണുനീര് വരുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന പൊടിപടലങ്ങളെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്, അതെന്താ ഈ പറയുന്ന അണുക്കളെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ണുനീരൊക്കെ എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡാണ് ലാക്രിമൽ ഗ്ലാൻഡ് കേട്ടോ. കണ്ണുനീർ ഗ്രന്ഥി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇനി നമ്മൾ നേരെ അതിൻ്റെ സ്ട്രക്ചറിലേക്ക് കിടക്കാമോ. ലെയേഴ്സ് ഓഫ് ദ ഐ ആൻഡ് അസോസിയേറ്റ് പാർട്ട്, കണ്ണിലെ പാളികളും അതുപോലെ അനുബന്ധ ഭാഗങ്ങളുമാണ്. അപ്പോൾ കണ്ണിന് കറക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആ ഒരു പോയിന്റ്സിനെയൊക്കെ പറയുന്നതിനൊക്കെ നല്ലത് മിസ് വരച്ച് കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിന് 3 പാളികളാണുള്ളത്. ആദ്യത്തെ പാളിയുടെ പേര്, മിസ് വീണ്ടും കളർ മാറ്റാം, യെസ് വൈറ്റ് എടുക്കാം. ആദ്യത്തെ പാളിയുടെ പേര് സ്ക്ലീറ എന്ന് പറയുന്നു. ബാഹ്യപടലം എന്ന് വിളിക്കുന്നു. ഓക്കെ, ബാഹ്യപടലം അതായത് ഏറ്റവും പുറത്തെയുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ സ്ക്ലീറ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ക്ലീറ കണ്ട സ്ക്ലീറ. ഓക്കെ, അതിന് ബാഹ്യപടലത്തിന് നമ്മൾ ദൃഢപടലം എന്നും പറയും കേട്ടോ, ദൃഢപടലം. ഓക്കെ, ദൃഢപടലം എന്ന് മിസ് ചെയ്തിക്കോളാം. ഓക്കെ, ദൃഢപടലം. ഇനി രണ്ടാമത്തതാണ് കൊറോയിഡ്. രണ്ടാമത്തെ പാളിയുടെ പേരാണ് കൊറോയിഡ്. അതിനെ മലയാളത്തിൽ രക്തപടലം എന്ന് പറയുന്നു. ഇത് ഓക്കെ അല്ലേടാ, ഇത് ഓക്കെ അല്ലേ? പറയുന്നതിനനുസരിച്ച് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തതാണ് റെറ്റിന കേട്ടോ. മൂന്നാമത്തതാണ് റെറ്റിന എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഇന്നർ, അതായത് ഉള്ളിലുള്ള ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ദൃഷ്ടിപടലം എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. ദൃഷ്ടിപടലം. ഓക്കെ അല്ലേ? എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേടാ, നമ്മുടെ കണ്ണിന് എത്ര പാളികളാണുള്ളത്? 3 പാളികളാണുള്ളത്. ഒന്നാമത്തെ പാളിയുടെ പേരെന്താണ്? സ്ക്ലീറ എന്നാകുന്നു. രണ്ടാമത്തെ പാളിയുടെ പേരെന്താണ്? കൊറോയിഡ് എന്നാകുന്നു. മൂന്നാമത്തെ പാളിയുടെ പേരെന്താ? റെറ്റിന എന്നാകുന്നു. മലയാളം മീഡിയം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ദൃഢപടലം, രണ്ടാമത്തത് രക്തപടലം, മൂന്നാമത്തെ ദൃഷ്ടിപടലം. ഇനി നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പണി ചെയ്യുക, എൻ്റെ ഒപ്പം വരച്ചു. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ ഒരു കണ്ണിൻ്റെ പടം എന്തായാലും വരയ്ക്കാനുണ്ടാകും. അപ്പം നിങ്ങളിപ്പം മടി പിടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, എൻ്റെ ഒപ്പം തന്നെ വരച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് വരയ്ക്കാം. ഇങ്ങനെയാണ് കണ്ണിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്ക്ലീറ എന്നാകുന്നു. എന്താണ് സ്ക്ലീറ? അല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? ദൃഢപടലം എന്ന് പറയുന്നു. ഇതിനകത്ത് ഡൗട്ടില്ലല്ലോ. ഇത് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതായത് ഏറ്റവും പുറം ഭാഗത്തിന് എന്ത് വിളിക്കുന്നുണ്ട്? സ്ക്ലീറ. ഈ സ്ക്ലീറ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ണിന് പ്രൊവൈഡ് ഫിർമനസ്, അതായത് ഈ ദൃഢത കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കണ്ണിനൊരു ദൃഢത കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന സ്ക്ലീറ എന്ന് പറയുന്ന ആ ഒരു ലെയറാണ്. ഇത് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഈ സ്ക്ലീറ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ കോർണിയ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തിന് എന്താ വിളിക്കുന്നത്? കോർണിയ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഈ പുറത്തേക്ക്, അതായത് ഈ സ്ക്ലീറയുടെ കണ്ടിന്യൂഷൻ പുറത്തേക്ക് വരുമ്പോൾ ഇതിനെ കോർണിയ എന്നാണ് വിളിക്കുന്നത്. കോർണിയ. ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ദേ കോർണിയ. സെറ്റ് അല്ലേ? കോർണിയ മീൻസ് അവിടെ എഴുതുന്നില്ല, മുകളിൽ എഴുതി കാണിക്കാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇവിടെ ഏതാ കേട്ടോ, കോർണിയ. ഓക്കെ, കോർണിയ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇവിടെ കണ്ട ഈ ഒരു പുറത്തുള്ള ഭാഗത്തിന് എന്ത് വിളിക്കുന്നത്? കോർണിയ. മലയാളം മീഡിയം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തത് കേട്ടോ, ശ്രദ്ധിക്കുക. നമ്മളപ്പോൾ ഇതാണ് പുറം ഭാഗത്തെ ആ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ, പുറം ഭാഗത്തെ പാളി എന്ന് പറഞ്ഞാൽ സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലമാണ്. അതിനെ കണ്ടിന്യൂഷൻ ആണ് എന്ത്? കോർണിയ എന്ന് പറയുന്നത്. കോർണിയ ട്രാൻസ്പാരൻ്റ് ആണ്. എന്താണ് ട്രാൻസ്പാരൻ്റ്? അതായത് ട്രാൻസ്പാരൻ്റ് എന്ന് വെച്ചാൽ അകത്തുള്ള കാര്യങ്ങൾ എന്താണ് കാണാൻ പറ്റും. ഓക്കെ, അതായത് മിസ്സിൻ്റെ ഈ ബുക്കിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. ബാക്കിൽ ഞാനൊരു പെൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇതെന്താണ്? ഒപ്പീക്കാണ്. ഇവിടെ നിന്ന് ബാക്കിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതേസമയം എന്താണ് ഈ പറയുന്ന ട്രാൻസ്പാരൻ്റ് എന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ കോർണിയ എന്ന് പറയുന്നത്
ആണെന്ന്. സ്ക്ലീറയുടെ ഈ ഭാഗങ്ങളൊന്നും ട്രാൻസ്പാരൻ്റ് അല്ല, പക്ഷേ ഈ പുറത്ത് ഈ ഭാഗം മാത്രം, ഈ കോർണിയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മാത്രം എന്താണ്, ട്രാൻസ്പാരൻ്റ് ആണ്. ഈ കോർണിയ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കണ്ണിനകത്തേക്ക് പ്രകാശം കടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് മിസ് പറയുന്നുണ്ട് 3 പാളികളാണുള്ളത്. ഒന്നാമത്തെ പാളി സ്ക്ലീറ ആകുന്നു, രണ്ടാമത്തെ കൊറോയിഡ് ആകുന്നു, മൂന്നാമത്തത് റെറ്റിന ആകുന്നു. ഈ കൊറോയിഡ് ആദ്യത്തെ സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗത്തിന് ഫ്രണ്ടിലേക്ക് വരുന്ന ഈ കണ്ടിന്യൂഷൻ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, കോർണിയ എന്ന് വിളിക്കുന്നു. കോർണിയ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന കണ്ണിനകത്തേക്ക് പ്രകാശം കടത്തിവിടാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തെ പടലത്തിന് പേര് പറഞ്ഞേടാ, പേരെന്താണ്? കൊറോയിഡ് എന്നാകുന്നു. കൊറോയിഡ് അഥവാ രക്തപടലം. എന്താണ് രക്തപടലം എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മളതുകൊണ്ട് റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്, രക്തപടലം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ലെയറാണ് രക്തപടലം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കൊറോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് എന്തുണ്ട്, ഈ പറയുന്ന പോലെ ബ്ലഡ് വെസൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ ഈ പറയുന്ന ഉള്ളിലത്തെ ലെയറായ റെറ്റിനൊക്കെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുന്നത് കൊറോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ലെയറാണ്. ഓക്കെ ആയില്ലേ, സെറ്റായല്ലോ? അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയുന്നത് രണ്ടാമത്തെ ലെയറിൻ്റെ പേരാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുന്നത്. ഈ കൊറോയിഡിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് മസിൽസ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കുറച്ച് മസിൽസ് കാണാൻ പറ്റും. ആ മസിൽസിൻ്റെ പേരാണ് സീലിയറി മസിൽസ് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ കുറച്ച് മസിൽസ് കാണാൻ സാധിക്കും. ഈ മസിൽസിൻ്റെ പേരാണ് സീലിയറി മസിൽസ് എന്ന് പറയും. എന്ത് മസിൽസ് എന്നാണ് പറയുന്നത്? സീലിയറി മസിൽസ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേടാ, സെറ്റല്ലേ? ഈ മസിൽസിൻ്റെ പേരാണ് സീലിയറി മസിൽസ് എന്ന് പറയുന്നു. ഓക്കെ, സെറ്റല്ലേ? ഇനി ഈ സീലിയറി മസിൽസിൻ്റെ അവിടെ നിന്ന് ഒരു വിരൽ പോലത്തെ ഒരു ഭാഗമുണ്ട്. ഇവിടെ നിന്ന് ഒരു വിരൽ പോലത്തെ ഒരു ഭാഗം വരുന്നുണ്ട്. ഈ ഭാഗത്തിൻ്റെ പേരാണ് ഐറിസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഐറിസ്? ഓക്കെ, ഇത് ഞാൻ അടയാളപ്പെടുത്തി തരാം കേട്ടോ. ഈ ഒരു ഭാഗത്തിൻ്റെ പേരാണ് സീലിയറി മസിൽസ്. സീലിയറി പേശികൾ എന്നാണ് പറയുന്നത്. സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തിന് എന്ത് വിളിക്കുന്നുണ്ട്? ഐറിസ് എന്ന് വിളിക്കുന്നുണ്ട്. മലയാളത്തിലും അങ്ങനെ തന്നെ പറയുന്നത് ഐറിസ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഈ പറയുന്നത് ഇവിടെ ആയിട്ട് ഒരു ലെൻസ് ഉണ്ട്. ലെൻസ് മിസ് വേറൊരു കളറിൽ കാണിക്കാം, ഗ്രീൻ കൊടുക്കാം അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ലെൻസ് ഉണ്ട്. ഇങ്ങനൊരു ലെൻസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റായില്ല, മിസ് ഒരു പ്രാവശ്യം കൊണ്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു ലെൻസ് ഇരിക്കുന്നുണ്ട് സെൻറ്ററിലായിട്ട്. കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ, കോൺവെക്സ് ലെൻസ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ലെൻസ് ഇപ്പോൾ മിസ് വരച്ചപ്പോൾ എയറിലാണ് ഇരിക്കുന്നത്. എയറിലല്ല ഇരിക്കുന്നത്. ഈ സീലിയറി മസിൽസിൽ നിന്ന് ഒരു ലിഗമെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ സ്നായുക്കൾ എന്ന് പറയുന്ന ഭാഗമാണ് എന്ത്, ഈ ലെൻസിനെ സീലിയറി മസിൽസ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നത്. ആരാണ്? ലിഗമെൻറ്റ്സ് ആണ്. ഓക്കെ അല്ലേടാ, സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ലെൻസ് ആകുന്നു. ഇത് ലെൻസ്. ഓക്കെ, ഇനി ഇതെന്താണ് ഈ വരച്ചത്? സീലിയറി മസിൽസിൻ്റെ കളർ മിസ് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, യെല്ലോ ആക്കാം കേട്ടോ. യെല്ലോ സീലിയറി മസിൽസ് കേട്ടോ. യെല്ലോ ഇതിനെന്ത് വിളിക്കുന്നു? ലിഗമെൻറ്റ്സ് കേട്ടോ. ലിഗമെൻറ്റ്സ് അതായത് നമ്മുടെ ഈ പറയുന്ന ലെൻസിനെ ഈ പറയുന്ന ഉറപ്പിച്ച് നിർത്താനായിട്ട് സീലിയറി മസിൽസിൽ നിന്നുള്ള ആ ഒരു സ്നായ്ക്കൾ വഴിയിട്ടാണ്, അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് വഴിയിട്ടാണ്. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു ഐറിസിൻ്റെ നടുക്കേണ്ട ഒരു ഹോള് കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നു. ആ സുഷിരത്തിനെ എന്ത് വിളിക്കുന്നു? ആ സുഷിരത്തിനെ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിൾ. എവിടെ വരയ്ക്കും? ഐസ് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇതിനെയാണ് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. പ്യൂപ്പിൾ. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. ഇത് നമ്മൾ വരച്ചത് ഇപ്പോൾ രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡാണ്. കൊറോയിഡ് ഈ രണ്ടാമത്തെ ലെയറാണ്. ഇതിൻ്റെ ഈ അറ്റത്ത് എന്താണ് മസിൽസ് കാണാൻ പറ്റും. അതിൻ്റെ പേര് സീലിയറി മസിൽസ് എന്നാകുന്നു. ഓക്കെ, ഈ സീലിയറി മസിൽസിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു വിരൽ പോലത്തെ ഭാഗം കാണാൻ പറ്റും. അതിൻ്റെ പേരെന്താണ്? ഐറിസ് എന്ന് പറയുന്നു. ഓക്കെ, രണ്ട് ഭാഗത്തു നിന്നും ഐറിസ് വരുന്നു. ഈ ഐറിസിനിടയിലുള്ള ഹോളിനെ വിളിക്കുന്ന പേര് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നു. അതാണ് നമ്മുടെ കൃഷ്ണമണിയുടെ ഉള്ളിലായിട്ടുള്ള ഒരു ഹോൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗം, ഈ ഐറിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐറിസിൽ നിറം നൽകുന്ന മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്. അതാണ് നമ്മുടെ കണ്ണിന് നിറം നൽകുന്നത്. ചില ആൾക്കാരുടെ ബ്രൗൺ ആയിരിക്കും, ചില ആൾക്കാരുടെ ബ്ലൂ ആയിരിക്കും, ചില ആൾക്കാരുടെ ബ്ലാക്ക് ആയിരിക്കും. അത് അതിനകത്തൊരു പിഗ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്കുള്ള ആ ഒരു ഹോളിനെ വിളിക്കുന്ന പ്യൂപ്പിൾ എന്നാണ്. ഇനി അതുപോലെ ഈ പറഞ്ഞ ലെൻസ് നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിനെ സീലിയറി മസിൽസ് ആയിട്ട് പിടിച്ചു വയ്ക്കുന്നത് എന്താണ്? ലിഗമെൻറ്റ്സ് ആണ്. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ലെയറിനെ കുറിച്ച് പഠിക്കുകയാണ്. മൂന്നാമത്തെ ലെയർ എന്ത് കളർ ഇട്ട് കൊടുക്കണം? ബ്ലൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ലെയറാണ് റെറ്റിന. നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് റെറ്റിന എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഇതിൻ്റെ പേരാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ റെറ്റിനക്ക് 3 ലെയേഴ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. റെറ്റിനക്ക് എത്ര ലെയേഴ്സാണ്? 3 ലെയേഴ്സ് വരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ മിസ് നിങ്ങൾ എളുപ്പത്തിന് മനസ്സിലാക്കാൻ പാകത്തിന് ഒന്ന് വരച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ 3 ലെയേഴ്സാണ് റെറ്റിനക്കുള്ളത്. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഇതാണ് നമ്മുടെ കണ്ണിലെ പാളികളിൽ വരുന്നത്. കണ്ണിലെ പാളികളിൽ വരുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ പാളികൾ 3 എണ്ണമാണ് ഉള്ളതെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന പാർട്സിനെ കുറിച്ചും പറഞ്ഞിരുന്നു.
ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അപ്പോൾ അതാണ് ഈ പിക്ചറിൽ കൊടുത്തിരുന്നത്. ഈ പിക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ചറാണ് കേട്ടോ. ഇനി മക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന നമ്മുടെ റെറ്റിന വരച്ചില്ലേ? ഓക്കെ, റെറ്റിനയുടെ 3 പാളി ഇപ്പം മിസ് തൽക്കാലത്തേക്ക് മാറ്റുള്ള ഒറ്റ പാളിയായിട്ട് കാണിക്കണം. 3 പാളി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റെറ്റിനയിൽ ഈ ഒരു ഭാഗത്താണ് കേട്ടോ, ഈ ഒരു ഭാഗത്ത് കണ്ടിട്ട് നിറയെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റെറ്റിനയിലാണ് നിറയെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളുള്ളത് ഉള്ള പാളി ഏതെന്ന് ചോദിക്കാറുണ്ട്. പ്രകാശഗ്രാഹികളുള്ള പാളി ഏതെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ലാതെ എഴുതണം. എവിടെയാണ്? ഈ പറയുന്ന റെറ്റിനയിലാണ്, അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിലാണ് നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലത്തിന് നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഏറ്റവും വിഷ്വൽ ക്ലാരിറ്റി കൂടുതൽ. ഓക്കെ, ആ പ്രകാശം വന്ന് പതിക്കുന്നത് യെല്ലോ സ്പോട്ടിലാണ് സാധാരണ. ഓക്കെ, അപ്പോൾ യെല്ലോ സ്പോട്ടിൽ ആണ് ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലാരിറ്റി, ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ള പ്രതിബിംബത്തിന് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ളതും ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സും കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരു ഭാഗത്താണ്. അവയെ എന്ത് വിളിക്കുന്നു? യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കുന്നു. ഇനി ഈ ഒരു ഭാഗത്തുണ്ട് പ്രകാശഗ്രാഹികളൊന്നുമില്ല. അവിടെ എന്താണ്? പ്രകാശഗ്രാഹികളൊന്നുമില്ല അവിടെ. അതുകൊണ്ട് തന്നെ എന്താണ്? വിഷനുമില്ല അവിടെ വന്നിട്ടാണ് പ്രതിബിംബം പതിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? കണ്ണ് കാണാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇല്ല, പ്രകാശഗ്രാഹികളില്ല അവിടെ. അതുകൊണ്ട് തന്നെ നോ വിഷൻ. അവിടെ എന്താണ്? കാഴ്ച സാധ്യമല്ല. അവിടെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. നമ്മുടെ കണ്ണിൽ നിന്നുള്ള നെർവുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. കണ്ണിൽ നിന്നുള്ള നാഡികൾ, നേത്രനാഡികൾ ആരംഭിക്കുന്ന സ്ഥലവും അതുതന്നെയാണ്. അതിൻ്റെ പേര് ബ്ലൈൻഡ് സ്പോട്ട് എന്നാകുന്നു. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു എന്നാവുന്നു. യെല്ലോ സ്പോട്ടിൻ്റെ മലയാളത്തിൽ പീതബിന്ദു എന്നാണ് പറയുന്നത്. യെല്ലോ സ്പോട്ടിൻ്റെ മലയാളം പീതബിന്ദു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് റെറ്റിനയിലെ അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിൽ പ്രകാശഗ്രാഹികൾ കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? യെല്ലോ സ്പോട്ട് ആവുന്നു. ഇനി നേത്രനാടി ആരംഭിക്കുന്ന സ്ഥലം ഏത്? ബ്ലൈൻഡ് സ്പോട്ടാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുക. അവിടെ എന്താ? കാഴ്ച സാധ്യമല്ല. കാരണം അവിടെ എന്തില്ല? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കണ്ണിൻ്റെ പാളിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കണ്ണിൻ്റെ ലെയേഴ്സിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് വരച്ച് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റെറ്റിനൊക്കെ 3 പാളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ 3 പാളിയെ കുറിച്ചിട്ടാണ്. അതായത് ഇങ്ങനെ 1, 2, 3 അങ്ങനെ 3 പാളിയുണ്ട്. ഏറ്റവും ബാക്കിലുള്ള ഈ ഒരു പാളീനെ നമ്മൾ വിളിക്കുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ് കേട്ടോ. ഫോട്ടോ റിസപ്റ്റേഴ്സ് ലെയർ എന്നാണ് വിളിക്കുന്നത്. ഫോട്ടോ റിസപ്റ്റേഴ്സ് ലെയർ എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ. ഫോട്ടോ റിസപ്റ്റർ ലെയേഴ്സ്. ഇനി രണ്ടാമത്തെ പാളിനെ വിളിക്കുന്നത് ബൈപോളാർ സെൽ ലെയർ എന്നാണ് കേട്ടോ. ബൈപോളാർ സെൽ ലെയർ എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തിന് ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പേര് നിങ്ങൾ എന്തായാലും പഠിക്കണം. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം പുതിയതായിട്ട് സിലബസ് ചേഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചേർത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റെറ്റിനൊക്കെ 3 പാളിയാണ്, അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിന് 3 പാളികളാണുള്ളത്. ഒന്നാമത്തെ പാളിയുടെ പേരാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ലെയർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ബൈപോളാർ സെൽ ലെയർ എന്നാണ് രണ്ടാമത്തെ പാളിനെ വിളിക്കുന്നത്. മൂന്നാമത്തെ പാളിനെ എന്താണ്? ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഫോട്ടോ റിസപ്റ്റർ ലെയറിൽ 2 തരത്തിലുള്ള സെൽസുകൾ കാണാൻ സാധിക്കും. എത്ര തരത്തിലുള്ളതാണ്? 2 തരത്തിലുള്ള. അത് ഒന്നിൻ്റെ പേര് റോഡ് സെല്ലാകുന്നു, മറ്റേതിൻ്റെ പേര് കോൺ സെൽ എന്നാകുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് മിസ് പറയാം. ഫോട്ടോ റിസപ്റ്റർ ലെയറിൽ 2 തരത്തിലുള്ള, അതായത് പ്രകാശഗ്രാഹികളിൽ ഉള്ള ആ പ്രകാശഗ്രാഹി ലെയറിൽ 2 തരത്തിലുള്ള കോശങ്ങളെ കാണാൻ സാധിക്കും. ഒന്നാമത്തേതാണ് റോഡ് സെൽസ് അല്ലെങ്കിൽ റോഡ് കോശങ്ങളെന്നും, മറ്റേതാണ് കോൺ കോശങ്ങൾ അല്ലെങ്കിൽ കോൺ സെൽസ് എന്ന് പറയുന്നത്. ഇത് ഓക്കെ അല്ലേ? റോഡ് സെൽസ് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഡിം ലൈറ്റ് ഉള്ള സമയത്ത് മങ്ങിയ വെളിച്ചത്തിൽ നമ്മളെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ് റോഡ് സെൽ എന്ന് പറയുന്നത്. രാത്രി റോഡ് അങ്ങനെ ആലോചിച്ചാൽ മതി. രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഡിം ലൈറ്റ് ഉള്ള സമയത്ത് നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് സെല്ലാണ്. ഈ റോഡ് സെല്ലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഈ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ മാത്രമേ സാധ്യമാക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രാത്രി കാലങ്ങളിൽ നമ്മൾ ആകെ ബ്ലാക്കും വൈറ്റും മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും കളർ കാണും. അതുകൊണ്ടാണ് രാത്രി കാലത്ത് നമ്മൾ ജനലിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ പകലൊക്കെ ചിലപ്പോൾ വാഴയായിട്ടായിരിക്കും തോന്നിയിരിക്കുന്നത്. പക്ഷേ രാത്രി സമയത്ത് നോക്കുമ്പോൾ അത് പല പല രൂപങ്ങളായിട്ട് തോന്നും. കാരണം ഗ്രീൻ ആയിട്ടല്ല തോന്നുന്നത്, എന്തോ ഒരു ബ്ലാക്ക് രൂപം അവിടെ ഇരിക്കുന്ന പോലെ തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ രാത്രി സമയങ്ങളിൽ നമ്മൾ ആകെ 2 കളർ മാത്രമേ, ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അതായത് ലൈറ്റ് ഇല്ലാത്ത ഒരു ടൈമിൽ ഡിം ലൈറ്റ് മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ ഈ പറയുന്ന ബ്ലാക്കും വൈറ്റും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ആ വിഷൻ സാധ്യമാക്കുന്നത് റോഡ് സെല്ലാണ് അല്ലെങ്കിൽ റോഡ് കോശങ്ങളാണ്. ഇനി കോൺ എന്ന് പറയുമ്പോൾ എന്താ? സിയാ ഫസ്റ്റ് ഇടുന്നത്. കോൺ സെൽസ് എന്തിനു വേണ്ടിയിട്ടാണ്? കളർ വിഷന്. സി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. കോൺ സെല്ലിലെ കളർ വിഷന്, അതായത് വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നത് ആരാണ്? കോൺ സെല്ലാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ മിസ്
മിസ് ഒരു പ്രാവശ്യം കൂടി പറയുന്നുണ്ട്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ റെറ്റിനക്ക് 3 പാളികളാണുള്ളത്. ഒന്ന് ഫോട്ടോ റിസപ്റ്റേഴ്സ് ലെയർ, അതായത് പ്രകാശഗ്രാഹി പാളി എന്ന് പറയുന്നത്, ബൈപോളാർ സെൽ ലെയർ, ബൈപോളാർ കോശ പാളി എന്ന് വിളിക്കുന്നു, ഗാംഗ്ലിയോൺ സെൽ ലെയേഴ്സ്, ഗാംഗ്ലിയോൺ കോശപാളി എന്ന് വിളിക്കുന്നു. ഫോട്ടോ റിസപ്റ്റേഴ്സ് ലെയറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകാശഗ്രാഹി പാളിയിൽ നിന്നാണ് 2 തരത്തിലുള്ള കോശങ്ങളാണുള്ളത്, റോഡ് സെൽസ് എന്നും കോൺ സെൽസ് എന്നും. ഇനി ബൈപോളാർ സെൽ ലെയറിലും 2 തരത്തിലുള്ളതുണ്ട് കേട്ടോ, ഓഫ് ബൈപോളാറും ഓൺ ബൈപോളാറും. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വരുന്നുണ്ട്. ഇനി ഗാംഗ്ലിയോൺ സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ റിസപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, വിഷൻ സാധ്യമാക്കിയിട്ട് ആ ഒരു മെസ്സേജിനെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്, ആ മെസ്സേജിനെ ഇവിടെ നിന്നുള്ള മെസ്സേജിനെ ഗാംഗ്ലിയോണിലേക്ക് കൊടുക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്, ബൈപോളാർ സെൽ ലെയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫോട്ടോ റിസപ്റ്ററിൽ നിന്നുള്ള മെസ്സേജിനെ ഗാംഗ്ലിയോൺ സെല്ലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആര് ചെയ്യുന്നത്, ബൈപോളാർ സെൽ ലെയർ ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്നുള്ള ഈ ഫോട്ടോ റിസപ്റ്റർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിന്നുള്ള മെസ്സേജിനെ ഗാംഗ്ലിയോണിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ബൈപോളാർ സെൽ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഗാംഗ്ലിയോൺ സെൽ ലെയർ അതായത് ഈ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലെയർ ഞാൻ വേറെ കളറാണ് കേട്ടോ, ഓക്കെ ബ്ലാക്ക് കൊടുക്കുക, വൈറ്റ് കൊടുക്കുക, ഈ ലെയർ കേട്ടോ, ഈ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മെസ്സേജിനെ നേത്രനാഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ് വഴി ബ്രെയിനിൽ എത്തിയാലാണ് നിങ്ങളിപ്പോൾ എന്നെ കാണുള്ളൂ, വിഷൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ആ മെസ്സേജിനെ ഇങ്ങോട്ടേക്ക് ബ്രെയിനിലേക്ക് എത്തിക്കാനായിട്ട് നേത്രനാഡിയിലേക്ക് കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ നെർവിലേക്ക് കൊടുക്കുന്ന ആളാണ് ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ ലെയറാണ്. അതെന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ഫിർമിനസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദൈ. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കണ്ണിന് ദൃഢത കൊടുക്കുന്നത് ആരാണ്, സ്ക്ലീറയാണ്. അതിനോട് അനുബന്ധിച്ച് വരുന്ന ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. അത് സുതാര്യമായ ട്രാൻസ്പാരന്റ് ആയ ഭാഗമാണ്, പ്രകാശത്തെ കണ്ണിലേക്ക് കടത്തിവിടുന്നു. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി കൊറോയിഡ് എന്താണ്, രക്തപടലമാണ്. അതിനകത്ത് എന്തുണ്ട്, ഓക്സിജനും ന്യൂട്രീഷനൊക്കെ നമ്മുടെ ഇന്നർ ലെയറായ റെറ്റിനൊക്കെ അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിന് കൊടുക്കുന്നത് ആരാണ്, കൊറോയിഡ് ആണ്. അതിനോട് അസോസിയേറ്റഡ് വരുന്നതാണ് സീലിയറി മസിൽസ്, ഐറിസ്. സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഐറിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഐറിസ് എന്താണ്, പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഐറിസിൽ എന്തുണ്ട്, മെലാനിൻ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. മെലാനിൻ ഉള്ളത് കൊണ്ടാണ് ഐറിസിന്റെ നിറം ബ്രൗണോ ബ്ലാക്കോ അതുപോലെ ബ്ലൂവോ ഗ്രീനോ ആ രീതിയിലാവുന്നത്. ഇനി പ്രകാശത്തിന്റെ അളവ് കണ്ണിലേക്ക് കടക്കുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ്, ഐറിസ് ആണ്. ഓക്കെ, ഇനി പ്യൂപ്പിൾ, ആ നടുക്കുള്ള ഹോളിനെ, നമ്മുടെ കണ്ണിലുള്ള ഒരു ഹോൾ കണ്ടില്ലേടാ, അതിനെയാണ് എന്താ ഈ പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ഐറിസിന്റെ സെന്റർ ഭാഗം അല്ലെങ്കിൽ ഐറിസിന്റെ മധ്യത്തിലുള്ള സുഷിരത്തിനെയാണ് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് ഈ ഐറിസിന്റെ എന്താണ് വലിപ്പം മാറുന്നുണ്ട്. നിങ്ങൾ ഈ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഐറിസിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. കാരണം മങ്ങിയ വെളിച്ചത്തിൽ അത് ഭയങ്കരമായിട്ട് എന്താണ് വലുതാവും. കാരണം എന്നാൽ മാത്രമേ കുറേ ലൈറ്റ് അകത്തേക്ക് കടന്നുപോളൂ. പ്രത്യേകിച്ച് നിങ്ങൾ പൂച്ചയുടെ കണ്ണിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. പൂച്ച രാത്രി കാലങ്ങളിൽ പ്രേതത്തിൻ്റെ കണ്ണുപോലെ ഇരിക്കും. കാരണം എന്താ, പ്യൂപ്പിൾ ഭയങ്കരമായിട്ട് വലുതാവുന്നതുകൊണ്ടാണ്. കാരണം മങ്ങിയ വെളിച്ചമായതുകൊണ്ട് നന്നായിട്ട് പ്രകാശം അകത്തേക്ക് കടന്നു പോകണം. അപ്പോൾ അതുകൊണ്ട് പ്യൂപ്പിൾ വലുതാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്യൂപ്പിളിൻ്റെ ഈ സൈസ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് മാറുന്നതാണ്. ഇനി റെറ്റിന ഓൾറെഡി പറഞ്ഞതാണ്, റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത് അല്ലേ. അതായത് പ്രകാശഗ്രാഹികൾ ഇരിക്കുന്നത് എവിടെയാണ്, റെറ്റിനയിലാണ്. അതിനകത്ത് ലെയേഴ്സ് ഉണ്ട്, 3 തരം ലെയേഴ്സ് ഉള്ളത് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ സെൽസ് ഉണ്ട്. ഫോട്ടോ റിസപ്റ്ററിൽ എന്തുണ്ട്, 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്, റോഡ് സെൽസ് ഉണ്ട്, കോൺ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനി റോഡ് സെൽസ് എന്താണ്, ഇരുണ്ട അതായത് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ തിരിച്ചറിയാനും. ഇനി കോൺ കോശങ്ങൾ എന്താണ്, ഈ ബ്രൈറ്റ് ലൈറ്റിൽ അല്ലെങ്കിൽ തീവ്രമായിരിക്കുന്ന പ്രകാശത്തിൽ കളറുകളെ വർണ്ണ കാഴ്ച സാധ്യമാക്കാനാണ് കോൺ സെൽസ് സഹായിക്കുന്നത്. ഇനി ബൈപോളാർ സെല്ല് പറഞ്ഞിരുന്നു, അതെന്ത് പ്രകാശഗ്രാഹിയാണ്. അതായത് ആ ഫോട്ടോ റിസപ്റ്റേഴ്സ് ലെയറിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗാംഗ്ലിയോണിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നത് ബൈപോളാർ സെല്ലാണ്. ഇവിടെ ഓഫ് ബൈപോളാറും ഓൺ ബൈപോളാർ എന്ന് പറയുന്ന സെൽസുകൾ കാണാൻ സാധിക്കും. ഗാംഗ്ലിയോൺ എന്ത് ചെയ്യുന്നുണ്ട്, നേത്രനാഡിയിലേക്ക് ഈ മെസ്സേജ് അയക്കുന്നതാണ്. ഇത് മിസ് ഇങ്ങനെ സ്പീഡിൽ വായിച്ചു പോയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ പടം വരച്ച സമയത്ത് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് വായിച്ചു പോയത്. അപ്പോൾ ഇതും നമ്മൾ പറഞ്ഞതാണ്. അത് കണ്ണിൻ്റെ 3 ലെയേഴ്സ്, സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഓക്കെ അല്ലേടാ, സെറ്റല്ലേ? ഓക്കെ, ഇനി നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന, കണ്ണിൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് അവിടെ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നോ വിഷൻ ആണ്, കാഴ്ചയില്ലാത്ത ഭാഗമാണ്. അവയെ എന്ത് വിളിക്കുന്നു, അന്ധബിന്ദു എന്ന് വിളിക്കുന്നു. പിന്നെ അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്, ഒപ്റ്റിക്കൽ നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ്. യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു എന്ന് പറയുന്നത് കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട്. കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യെല്ലോ സ്പോട്ടിലാണ്. റെറ്റിനയുടെ അതായത് മധ്യഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. പ്രതിബിംബത്തിന് ഏറ്റവും ക്ലാരിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും തെളിമയുള്ള ഭാഗവും യെല്ലോ സ്പോട്ട് ആയിരിക്കും. ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിരിക്കും. ഓൾറെഡി അവിടെ കാഴ്ചയുണ്ടെങ്കിൽ എന്തുണ്ട്, ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഓൾറെഡി ഈ പടം വീണ്ടും ഇട്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് നോക്കാതെ എക്സാമിന് പോകരുത്. കാര്യം ബയോളജി ആയതുകൊണ്ട് ഒരു വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് മിക്കവാറും ചാൻസ് എനിക്ക് തോന്നുന്നത് കണ്ണിനാണെന്നാണ്. അപ്പോൾ കണ്ണൊന്ന് പഠിച്ചു വെച്ചേക്ക്. കണ്ണിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കണ്ണിന് ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നേ വരെ ഇറക്കിയിട്ടില്ല, ഇനിയായിട്ട് ഇറക്കാനും പോകുന്നില്ല കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ണിലെ ചേമ്പേഴ്സിന്. ഈ കണ്ണിൽ 2 അറകളുണ്ടടാ. നിങ്ങൾക്ക് അറിയാമോ? നമ്മളിങ്ങനെ കണ്ണ് വെച്ച് കാണാനൊക്കെ പറ്റുമെന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രവർത്തനമൊക്കെ നടക്കണേ നമുക്കറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് കണ്ണിലെ 2 ചേമ്പേഴ്സ് അല്ലെങ്കിൽ 2 അറകളാണുള്ളത്. ഒന്നാമത്തെ അറയാണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ആ അറയുടെ പേരാണ് അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. എന്താണ്? അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒന്നാമത്തെ ദ്രവയുടെ പേരാണ് അക്വസ് ചേമ്പർ എന്ന് വിളിക്കുന്നത്. ഈ അക്വസ് ചേമ്പറിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അക്വസ് ചേമ്പറിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് അക്വസ് ഹ്യൂമർ അഥവാ അക്വസ് ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ, കൺഫ്യൂഷൻ ആകരുത്. കണ്ണിന് 2 അറകളാണുള്ളത്, 2 ചേമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, ഒന്നാമത്തെ അറയാണ് അക്വസ് ചേമ്പർ എന്ന് വിളിക്കുന്നത്. ഈ അക്വസ് ചേമ്പറിൽ വെള്ളം പോലെ ഇരിക്കുന്ന എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ദ്രവമുണ്ട്. അതിൻ്റെ പേരാണ് അക്വസ് ഹ്യൂമർ അഥവാ അക്വസ് ദ്രവം എന്ന് വിളിക്കുന്നത്. ഈ പിക്ചറിൽ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ്. അതായത് ഈ ലെൻസിനും കോർണിയക്കും ഇടയിലുള്ള ഈ ഒരു ഭാഗം കേട്ടോ, ഈ കോർണിയക്കും ഇടയിലുള്ള ഈ ഒരു ഗ്രീൻ കളർ ഭാഗമാണ്. ഓക്കെ, കോർണിയക്കും ഇടയിലുള്ള ഗ്രീൻ കളർ ഭാഗമാണ് എന്ത്? അക്വസ് ചേമ്പർ ഉള്ളത്. അക്വസ് ചേമ്പറിനകത്ത് വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഈ അക്വസ് ഹ്യൂമർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടിഷ്യൂ ദ്രവത്തിൽ നിന്നാണ്, ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലെൻസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കോർണിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊടുക്കുന്നതും പോഷകങ്ങൾ കൊടുക്കുന്നതും ആരാണ്? ഈ അക്വസ് ഹ്യൂമറിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ അക്വസ് ദ്രവത്തിൽ നിന്നിട്ടാണ് ഈ റെറ്റിനയ്ക്കും അതുപോലെ ലെൻസിനും ലെൻസിനും അതുപോലെ തന്നെ കോർണിയയ്ക്കും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി തൊട്ടപ്പുറത്ത് ഭയങ്കര വലിയൊരു അറ കാണാൻ പറ്റും, ഈ ഒരു പിങ്ക് കളറിൽ. കണ്ടോ? ആ പിങ്ക് കളർ, അവിടെ ആ പിങ്ക് കളറിലെ അറയുടെ പേരാണ് വിട്രിയസ് ചേമ്പർ. ഓക്കെ, വിട്രിയസ് അറ എന്ന് വിളിക്കുന്നു. ഈ അറയുടെ ഉള്ളിൽ എന്തുണ്ട്? ഈ പറയുന്ന ഒരു ദ്രവമുണ്ട്. പക്ഷേ ഇവിടുത്തെ വെള്ളം പോലത്തെ ദ്രവമാണെങ്കിൽ നമ്മുടെ വിട്രിയസ് ചേമ്പറിലെ വെള്ളം പോലത്തെ ദ്രവമല്ല. അവിടെ എന്താണ്? കുറച്ച് ജെല്ല് പോലെ ഇരിക്കുന്ന ഫ്ലൂയിഡാണ് നമ്മുടെ വിട്രിയസ് ചേമ്പറിലുള്ളത്. ഈ ജെല്ല് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ഷേപ്പ് കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ വിട്രിയസ് ചേമ്പറാണ് കേട്ടോ. അതാണ് വിട്രിയസ് ചേമ്പറിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രാവശ്യം കൂടി പറയാം. കണ്ണിന് 2 ചേമ്പറാണ്, 2 അറകളാണുള്ളത്. ഒന്നാമത്തേതാണ് അക്വസ് അറ അല്ലെങ്കിൽ അക്വസ് ചേമ്പർ എന്ന് പറയുന്നത്. രണ്ടാമത്താണ് വിട്രിയസ് ചേമ്പർ അല്ലെങ്കിൽ വിട്രിയസ് അറ എന്ന് വിളിക്കുന്നത്. ഈ 2 അറയുടെ ഉള്ളിൽ എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട്. അക്വസ് ചേമ്പറിനുള്ളിൽ വെള്ളം പോലത്തെ ഉണ്ട്, വെള്ളം പോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡാണ്. അതിൻ്റെ പേര് അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നു. ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലെൻസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കണ്ണിനുള്ളിൽ ആ ഒരു പ്രഷർ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്വസ് ദ്രവം എന്ന് പറയുന്ന ആ ഒരു ദ്രാവകമാണ്. ഇനി തൊട്ടപ്പുറത്തെ വലിയൊരു ചേമ്പറാണ് വിട്രിയസ് ചേമ്പർ. വിട്രിയസ് ചേമ്പർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെൻസിനും, ഇതാണ് ബ്ലൂ കളറാണുള്ള ലെൻസ്, ഈ ലെൻസിനും അതുപോലെ ഈ റെറ്റിനക്കും ഇടയിലുള്ള ചേമ്പറാണ് വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലും ഫ്ലൂയിഡ് ഉണ്ട്, ജെല്ല് പോലത്തെ ഫ്ലൂയിഡാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? കണ്ണിൻ്റെ ഷേപ്പ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. ദ ഐ ഹാസ് 2 ചേമ്പേഴ്സ്. 2 ചേമ്പേഴ്സ് ആണല്ലേ, 2 അറകളാണുള്ളത്. ഒന്ന് അക്വസ് ചേമ്പർ എന്നും മറ്റേത് വിട്രിയസ് ചേമ്പർ എന്നും. അക്വസ് അറയെന്നും വിട്രിയസ് ചേമ്പർ എന്നും. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ളതിനെയാണ് അക്വസ് അറ എന്ന് പറയുന്നത്. അതുപോലെ ലെൻസിനും റെറ്റിനക്കും ഇടയിലുള്ളതിനെയാണ് വിട്രിയസ് ചേമ്പർ അല്ലെങ്കിൽ വിട്രിയസ് അറ എന്ന് പറയുന്നത്. ഇനി അക്വസ് ചേമ്പറിനകത്ത് ഒരു വാട്ടർ പോലെ ഇരിക്കുന്നത്, വാട്ടറി അക്വസ് ഹ്യൂമർ ഉണ്ട്. അത് ജല സാദൃശ്യമുള്ളൊരു ദ്രവമുണ്ട്. അതിനെ അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ എന്നാണ് വിളിക്കുന്നത്. അത് ടിഷ്യൂ ദ്രവത്തിൽ നിന്നാണ് രൂപപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന അത് ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് രൂപപ്പെട്ട് ഈ പറയുന്ന അതിനകത്തേക്ക് തന്നെ രക്തത്തിലേക്ക് തന്നെ വീണ്ടും റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. രക്തത്തിൽ നിന്ന് വരികയും രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഫ്ലൂയിഡാണ് അക്വസ് ഫ്ലൂയിഡ് അഥവാ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് രക്തത്തിൽ നിന്ന് ആഗിരണം ചെയ്യുകയും രക്തത്തിലേക്ക് തന്നെ തിരിച്ച് പുനരാഗിരണം ചെയ്യപ്പെടുന്ന കണ്ണിലെ ദ്രവത്തിൻ്റെ ഫ്ലൂയിഡിൻ്റെ പേരെന്താണ്? ഒരു ഡൗട്ടും ഇല്ലാതെ എഴുതിക്കോ, അക്വസ് ഹ്യൂമർ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ അക്വസ് അറയാണ് അല്ലെങ്കിൽ അക്വസ് അറയിലെ ഈ ഒരു ഫ്ലൂയിഡാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിലെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം ക്രമീകരിക്കുന്നത്. അതുപോലെ തന്നെ ലെൻസിനും കോർണിയക്കും ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും കൊടുക്കുന്നതും ഈ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്വസ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന അക്വസ് ദ്രവം എന്ന് പറയുന്ന ആ ഒരു ജലം പോലെ ഇരിക്കുന്ന ദ്രാവകമാണ്. രണ്ടാമത് വിട്രിയസ് ചേമ്പറാണ്. നമ്മുടെ ലെൻസിനും റെറ്റിനക്കും ഇടയിലുള്ള അറയാണ് വിട്രിയസ് ചേമ്പർ. അത് ജെല്ല് പോലെ ഇരിക്കുന്ന സുതാര്യമായിരിക്കുന്ന ഒരു ദ്രവം കാണാം. അതിനെയാണ് വിട്രിയസ് ദ്രവം അല്ലെങ്കിൽ വിട്രിയസ് ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഇത് നേത്രഗോളത്തിന് ആകൃതി നൽകുന്നു. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി കാഴ്ച സാധ്യമാക്കുന്ന കോർണിയയിലൂടെ പ്രകാശം കടന്നു, അതായത് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നു, എൻ്റെ ഇമേജ് കോർണിയയിലൂടെ കടന്നുപോയി അക്വസ് ഹ്യൂമർ വഴി, പ്യൂപ്പിൾ വഴി, അതിനുശേഷം എന്താണ് ലെൻസ് വഴി,
വിട്രിയസ് ഹ്യൂമർ വഴി റെറ്റിനയിൽ വന്നിട്ട് ഈ പറയുന്ന പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നു. റെറ്റിനയിൽ നിന്നിട്ട് എന്താണ് ഒപ്റ്റിക്കൽ നെർവ് വഴി നേരെ അത് ബ്രെയിനിലേക്ക് പോകുന്നു. അങ്ങനെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നു നിങ്ങൾ കണ്ടത് എന്നെയാകുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഫോൺ ആകുന്നു എന്നത് ഇത്തരം ഈ ഒരു ഫ്ലോ ചാർട്ടിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. ഈ ഫ്ലോ ചാർട്ടിൻ്റെ ഈ കോർണിയ, അക്യൂസ് ഹ്യൂമർ, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ഹ്യൂമർ, റെറ്റിന, ഒപ്റ്റിക്കൽ നെർവ് ആൻഡ് ബ്രെയിൻ ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. സാധാരണ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഐറിസ് ഓൾറെഡി പറഞ്ഞു, കണ്ണിന് അതായത് നമ്മുടെ ഈ പറയുന്ന കോർണിയക്ക് തൊട്ട് പിറകിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസിൻ്റെ മധ്യഭാഗത്തൊരു സുഷിരമുണ്ടെന്ന് പറയുന്നത്, അതാണ് ഈ കുഞ്ഞു ഹോള്, അതിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. നോർമലി ഈ പ്യൂപ്പിളിൻ്റെ സാധാരണ വലിപ്പം എന്ന് വെച്ചാൽ 2 തൊട്ട് 3 വരെ മില്ലിമീറ്റർ ആണ്. പക്ഷേ എന്താണ് ഈ പറയുന്ന പോലെ പ്രകാശം കൂടുന്ന സമയത്ത് ഈ പ്യൂപ്പിളിൻ്റെ, അതായത് പ്രകാശത്തിന് കൂടുതൽ ആവശ്യമായി വരുന്ന സമയമുണ്ട്. അതായത് രാത്രി സമയങ്ങളിൽ പ്രകാശം വളരെ കുറവായിരിക്കും. അപ്പോൾ പ്രകാശം വേണ്ട സമയത്ത് ഈ പ്യൂപ്പിളിൻ്റെ സൈസ് എന്താണ് വലുതാകുന്നുണ്ട്. ആ സമയത്ത് സാധാരണ എന്താണ് പ്രകാശം കടക്കുന്നതിനേക്കാൾ 16 മടങ്ങ് അത്രയും എന്താണ് ഈ പ്യൂപ്പിളിൻ്റെ ഉള്ളിൽ കൂടി പ്രകാശം കടന്നു പോകുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, കണ്ട ഈ ഒരു ഭാഗമുണ്ട് പ്യൂപ്പിൾ എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗം. ഓക്കെ, കാണിച്ചു തരാം. ഈ ഒരു ഭാഗം കണ്ടോ, ഇതാണ് പ്യൂപ്പിൾ. രാത്രി കാലങ്ങളിൽ ഈ പ്യൂപ്പിളിൻ്റെ സൈസ് വലുതായിരിക്കും, കാരണം വെളിച്ചൂല. അപ്പോൾ എന്താണ് പ്യൂപ്പിൾ ഇങ്ങനെ വലുതാക്കി കാണിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പ്രകാശം പെട്ടെന്ന് കയറിപ്പോയിക്കോളും. ഓക്കെ, ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ ഈ പ്യൂപ്പിളിൻ്റെ സൈസ് ചെറുതായിരിക്കുള്ളൂ കേട്ടോ. ഇനി പ്യൂപ്പിളിന് എങ്ങനെയാണ് ആ ചെറുതും വലുതും ആകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഈ പറയുന്ന ഐറീസിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്, 2 തരത്തിലുള്ള മസിൽസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഐറീസിൽ. അതായത് നമ്മുടെ ഈ ചുറ്റും ബ്രൗൺ പോലെ ഇരിക്കുന്ന ഭാഗമില്ലേ, നമ്മൾ പൂച്ചക്കണം എന്ന് പറയുമ്പോൾ ഗ്രീൻ കളർ പോലെ ഇരിക്കുന്ന, ബ്ലൂ കളർ പോലെ ഇരിക്കുന്ന ഭാഗമില്ലേ, അതിനാണ് ഐറീസ് എന്ന് പറയുന്നത്. ഐറീസിന് 2 തരത്തിലുള്ള മസിൽസ് ഉണ്ട്. ഒന്നാമത്തെ മസിൽസ്, ഇത് പ്യൂപ്പിളാന്ന് വിചാരിക്കാം. ഒന്നാമത്തെ മസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഇതിനെ നമ്മൾ സർക്കുലർ മസിൽസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് പ്യൂപ്പിളിന് ചുറ്റും ഇതുപോലെ സർക്കുലർ മസിൽസ്, ഇതിനെ സർക്കുലർ മസിൽസ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്തതുള്ളത് രണ്ടാമത്തെ മസിൽസ്, റേഡിയൽ മസിൽസ്. ഇതാണ് പ്യൂപ്പിൾ എന്ന് വിചാരിച്ചോ. ഈ പ്യൂപ്പിളിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നതാണ് റേഡിയൽ മസിൽസ് എന്ന് വെച്ചാൽ, റേഡിയൽ മസിൽസ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, നമ്മുടെ ഈ പറയുന്ന ഐറീസിന് 2 തരത്തിലുള്ള മസിൽസ് ഉണ്ട്. ഒന്ന് റേഡിയൽ മസിൽസും മറ്റൊന്ന് സർക്കുലർ മസിൽസും. സർക്കുലർ മസിൽസ് ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്നു, റേഡിയൽ മസിൽസ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി ഇതിനകത്ത് പ്യൂപ്പിളിൻ്റെ സൈസ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻറ്റൻസ് ലൈറ്റ്, അതായത് ഭയങ്കര പ്രകാശമുള്ള സമയത്ത് ആരാണ് സർക്കുലർ മസിൽസ് ആണ് ആക്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, സർക്കുലർ മസിൽസ് ആണ് പ്രവർത്തിക്കുന്നത്. അതൊന്ന് നിങ്ങൾ മൈൻഡിലേക്ക് കയറ്റുക. ഇൻറ്റൻസ് ലൈറ്റ്, അതായത് തീവ്ര പ്രകാശത്തിൽ ആരാണ്, ഏത് മസിലാണ് വർക്ക് ചെയ്യുന്നത്? സർക്കുലർ മസിൽസ് ആണ്. നിങ്ങൾ IC എന്ന് പഠിച്ചാൽ മതി, IC. ഓക്കെ, അതായത് ഇൻറ്റൻസ് ലൈറ്റിൽ ആരായിരിക്കും? C ആയിരിക്കും. ഏതാണ്? സർക്കുലർ മസിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ വലയപേശികളായിരിക്കും. വലയപേശികൾ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പ്യൂപ്പിളിൻ്റെ സൈസ് കുറയ്ക്കുന്നു. കാര്യം ഭയങ്കരമായിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ 2 ലൈറ്റ് കൊണ്ട് വെച്ചാൽ മൊത്തം പ്രകാശം എൻ്റെ കണ്ണിലേക്ക് കയറിപ്പോകേണ്ട കാര്യമില്ല, കാര്യം ഡാമേജ് ആവും. അപ്പോൾ ഡാമേജ് ആകാതിരിക്കാനായിട്ട് നമ്മുടെ എന്ത് ചെയ്യും? സർക്കുലർ മസിൽസ് എന്ത് ചെയ്യും? എൻ്റെ പ്യൂപ്പിളിൻ്റെ സൈസ് അങ്ങ് ചെറുതാക്കും. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യും? സർക്കുലർ മസിൽസ് കൺട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ IC എന്ന് പഠിച്ചാൽ മതി. ഇൻറ്റൻസ് ലൈറ്റ് ഉള്ള സമയത്ത് ആരാണ്? സർക്കുലർ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സങ്കോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലയപേശികൾ സങ്കോചിക്കുന്നു. അതേസമയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിം ലൈറ്റിൽ, മങ്ങിയ വെളിച്ചത്തിൽ ആരാണ്? DR ആണ്. DR ഡോക്ടറിൻ്റെ ഷോർട്ട് ഫോം ആലോചിച്ചാൽ മതി. അതായത് ഡിം ലൈറ്റിൽ D ആണ്. അതിനകത്ത് ആറാണ് റേഡിയൽ മസിൽസ്, അല്ലെങ്കിൽ റേഡിയൽ മസിൽസിന് ഇംഗ്ലീഷിൽ മലയാളത്തിൽ റേഡിയൽ പേശികളാണ് കേട്ടോ. റേഡിയൽ പേശി എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. രണ്ടിലും കൺട്രാക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, ഇൻറ്റൻസ് ലൈറ്റിൽ സർക്കുലർ മസിൽസ് ആണ് കൺട്രാക്ട് ചെയ്യുന്നതെങ്കിൽ ഡിം ലൈറ്റിൽ ആരാണ്? റേഡിയൽ മസിൽസ് ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. ICDR എന്ന് ആലോചിച്ചാൽ മതി. ഇൻറ്റൻസ് ലൈറ്റിലാണെങ്കിൽ സർക്കുലർ മസിൽസ് D എന്ന് വെച്ചാൽ ഡിം ലൈറ്റ്, D ആണെങ്കിൽ ആരാണ്? ആറായിരിക്കും. റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. രണ്ടിലും കൺട്രാക്ഷൻ നടത്തുന്നു. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് റേഡിയൽ മസിൽസിൻ്റെ ഓൾറെഡി കാര്യം പറഞ്ഞതാണ്. അതായത് പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കുന്നതിന് ഐറീസിൽ റേഡിയൽ പേശികൾ, അതായത് നമ്മുടെ പ്യൂപ്പിളിൻ്റെ ഈ കുഞ്ഞി ആ ഒരു ഹോളിലത്തെ സൈസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസിൻ്റെ പ്രവർത്തനം മൂലമാണ്. മങ്ങിയ വെളിച്ചത്തിലാണെങ്കിൽ ഡിം ലൈറ്റിലാണ് DR ആരാണ്? റേഡിയൽ മസിൽസ് സങ്കോചിക്കുന്നു. ഇനി ഇൻറ്റൻസ് ലൈറ്റ് തീവ്ര പ്രകാശത്തിലാണെങ്കിൽ IC സർക്കുലർ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. കണ്ടോ ഇതാണ് പ്യൂപ്പിളിൻ്റെ സൈസ് കൂടുന്നതും കുറയുന്നതൊക്കെ കാണിക്കുന്നത്. ഓക്കെ, ലൈറ്റ് ഉള്ള സമയത്ത് ഈ പ്യൂപ്പിളിൻ്റെ സൈസ് കുറഞ്ഞിരിക്കും, ലൈറ്റ് ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് വലുതായിട്ടിരിക്കും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പൂച്ചയുടെ കണ്ണിരിക്കുന്നത്. പക്ഷേ ഇത് പൂച്ചയുടെ കണ്ണല്ല കേട്ടോ, മനുഷ്യൻ്റെ കണ്ണ് തന്നെയാണ്.
ഓക്കെ, ഇനി ഐ ലെൻസ്, നമ്മുടെ കണ്ണിൽ ഒരു ലെൻസ് ഉണ്ടെന്ന് പറയാം, കോൺവെക്സ് ലെൻസ് ആണ് ഉള്ളത്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ നിർമ്മാണ ഘടകം എന്ന് വെച്ചാൽ ക്രിസ്റ്റലിൻ ആണ് കേട്ടോ. ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ വെച്ചിട്ടാണ് നമ്മുടെ ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ലെൻസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അക്യസ് ദ്രവമാണ്, അല്ലെങ്കിൽ അക്യസ് ഹ്യൂമറിൽ നിന്നിട്ടാണ് അതിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു സീലിയറി മസിൽസിലെ ആ സ്നായുക്കൾ, ലിഗമെന്റ്സ് ആണ് ഈ പറയുന്ന മസിൽസിനെ അല്ലെങ്കിൽ ഈ ലെൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലെൻസ് ഗോട്ട് അറ്റാച്ച്ഡ് ടു ദ സീലിയറി മസിൽ ത്രൂ ദ ലിഗമെന്റ്സ്. സ്നായുക്കൾ വഴിയാണ് ലെൻസിനെ സീലിയറി മസിൽസ് ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ലെൻസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. അത് ഓൾറെഡി നമ്മൾ പടം വരച്ചപ്പോൾ പറഞ്ഞിരുന്നു കൊറോയിഡിൻ്റെ, റെറ്റിനയുടെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഇങ്ങനെ ഇതാണ് കൊറോയിഡ് ലെയർ എന്നെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് എന്ത്, ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് സീലിയറി മസിൽസ് എന്ന് പറഞ്ഞിരുന്നു. ഈ സീലിയറി മസിൽസിന് ഇവിടെ എന്തുണ്ട്, ലെൻസ് ഉണ്ട്. ആ ലെൻസിനെ പിടിച്ചു നിർത്തുന്ന ഈ ഒരു ഭാഗമാണ് ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ എന്ന് വിളിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി ലെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഈ ലെൻസ് ഏജിൻ്റെ അനുസരിച്ച്, അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി, സുതാര്യത അതിനകത്തൊക്കെ ബാധിക്കുന്നുണ്ട്. ഇനി ലെൻസിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. അതായത് ഇതാണ് ലെൻസ് എന്ന് വിചാരിച്ചു, ഇത് ലെൻസ് എന്ന് കരുതിക്കോ. ഈ ലെൻസിന് മിസ് കുറച്ചുകൂടി വലുതാക്കി വരക്കാം കേട്ടോ. ഇത് ലെൻസ് എന്ന് കരുതിക്കോ, ഇതാണ് ലെൻസ്. ഓക്കെ, ഇതാണ് ലെൻസ്. ഈ ലെൻസിൻ്റെ ഈ പുറമുള്ള ഈ ഭാഗമില്ല, ഈ പുറത്തെ കവറിങ്ങിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്, ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവിടെ ആയിട്ട് എപ്പിത്തീലിയം കാണാൻ പറ്റും. അതായത് ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ ലെൻസിൻ്റെ ഉള്ളിൽ എപ്പിത്തീലിയത്തിന് എന്ത് വിളിക്കുന്നു, ലെൻസ് എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നു. ഇതുപോലെ എപ്പിത്തീലിയം സെൽസ് കാണാൻ സാധിക്കും. ഈ എപ്പിത്തീലിയം എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ, ലെൻസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഫൈബേഴ്സ് ഉണ്ട്. ആ ഫൈബേഴ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ലെൻസ് എപ്പിത്തീലിയമാണ്. അതായത് ഇതുപോലത്തെ ലെൻസ് ഫൈബേഴ്സ് ഇങ്ങനെ ഉണ്ട്. ആ ലെൻസ് ഫൈബേഴ്സിന് ഉണ്ടാക്കുന്നത് ആരാണ്, ലെൻസ് എപ്പിത്തീലിയമാണ്. നമ്മൾ മരിക്കുന്നത് വരെ ഈ ലെൻസിൻ്റെ എപ്പിത്തീലിയം എന്താണ്, ലെൻസ് ഫൈബേഴ്സിനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെൻസിന് 3 ഭാഗങ്ങളാണ്. പുറം ഭാഗത്തിനെ ക്യാപ്സൂൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എൻ്റെ ഉള്ളിലെ എപ്പിത്തീലിയത്തിനെ ലെൻസ് എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലെ ഫൈബേഴ്സിനെ ലെൻസ് ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നു. ഈ എപ്പിത്തീലിയത്തിൻ്റെ ജോലിയാണ് ലെൻസ് ഫൈബേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇമേജ് കൊടുത്താൽ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ പുറത്തുള്ളതിനെ ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് എപ്പിത്തീലിയം കാണാൻ സാധിക്കും, അതിനെ ലെൻസ് എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നു. ഈ ഒരു ഭാഗമാണ് എന്ത്, ലെൻസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ലെൻസ് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത് ലെൻസ് എപ്പിത്തീലിയമാണ്. ഓക്കെ അല്ലേ, അതേ കണ്ടോ, ഇത് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, കണ്ടോ, ഇത് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നു. ഈ ഒരു ഭാഗത്തിനെ ലെൻസ് എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ എന്തുണ്ട്, ലെൻസ് ഫൈബേഴ്സ് ഉണ്ട്. ഇതുപോലെ ലെൻസ് ഫൈബേഴ്സ് ഉണ്ട്, അതുണ്ടാക്കുന്നത് എപ്പിത്തീലിയമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ലെൻസ് പവർ ഓഫ് അക്കോമഡേഷനെ കുറിച്ച്, ലെൻസ് ഇങ്ങനെയാണോ, സീലിയറി മസിൽസ് ജോയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ഓൾറെഡി പറഞ്ഞത്, അതാണ് ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് കളഞ്ഞത്. ഓക്കെ, ഇനി പവർ ഓഫ് അക്കോമഡേഷൻ, അതായത് മക്കളെ, അതായത് നമ്മൾ അടുത്തുള്ള വസ്തുക്കളെയും അതുപോലെ അകലെയുള്ള വസ്തുക്കളും കറക്റ്റായിട്ട് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നതിനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് അടുത്തും അകലെയുള്ള വസ്തുക്കളെ പ്രതിബിംബം കറക്റ്റായിട്ട് റെറ്റിനയിൽ കൃത്യമായിട്ട് പതിപ്പിക്കുന്ന കണ്ണിൻ്റെ ആ ഒരു കഴിവുണ്ടടാ, ആ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പവർ ഓഫ് അക്കോമഡേഷൻ നടക്കണമെന്നില്ല, ലെൻസിൻ്റെ കർവേച്ചറിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സീലിയറി മസിൽസിൻ്റെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കറക്റ്റായിട്ട് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ ഈ കണ്ണിൻ്റെ കഴിവ് സാധ്യമാക്കുന്നത്. അതായത് നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോഴും അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോഴും ലെൻസിൻ്റെ കർവേച്ചറിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോഴുള്ള ഇമേജാണ്, അകലെയുള്ള വസ്തുവിനെ കാണുമ്പോഴുള്ള ഇമേജാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നോർമൽ ലെൻസ്, ഓക്കെ, നോർമൽ ലെൻസ് ഇങ്ങനെയായിരിക്കും, നോർമൽ ലെൻസ് ഇങ്ങനെയാണെന്ന് ചോദിച്ചോ, ഇത് നോർമൽ ലെൻസാണെന്ന് കരുതിക്കോ. പക്ഷെ ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്താണ്, ലെൻസ് ഇത് ഇങ്ങനെ ആകുന്നുണ്ട്. അതായത് ഇതിൻ്റെ കർവേച്ചർ കണ്ട ഭയങ്കര തിന്നാകുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു ഇതിലേക്കാകുന്നു. ഇനി അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഇത് ഇങ്ങനെ ആകുന്നുണ്ട്, കർവേച്ചർ കൂടുന്നുണ്ട്. ഓക്കെ, അതായത് ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഇതുപോലെ ആ ലെൻസിൻ്റെ വലിഞ്ഞിങ്ങനെ ഇരിക്കുക, അത് വലിച്ചു പിടിക്കുന്നത് ആരാ, ലിഗമെന്റ്സ് ആണ്. അതായത് അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി, ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ ലിഗമെന്റ്സ്, അതായത് ഈ ലെൻസ് ഇങ്ങനെ വലിഞ്ഞിരിക്കണം. ഓക്കെ, ലെൻസ് ഇങ്ങനെ വലിഞ്ഞിരിക്കണം, ഇതുപോലെ വലിഞ്ഞിരിക്കണം. അപ്പോൾ വലിഞ്ഞിരിക്കാനായിട്ട് അത് വലിച്ചു പിടിക്കുന്ന ആരാണ്, ലിഗമെന്റ്സ് ആണ്. അപ്പോൾ ലിഗമെന്റ്സ് ആ സമയത്ത് സ്ട്രെച്ചഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, ലിഗമെന്റ്സ് സ്ട്രെച്ചഡ് ആയിരിക്കുള്ളൂ, സമയം കർവേച്ചർ കുറവായിരിക്കുള്ളൂ. പിന്നെ എന്താണ്, ഈ ലിഗമെന്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനമാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ സീലിയറി മസിൽസ് ചെയ്യുന്നത്. ലിഗമെന്റ്സ് സ്ട്രെച്ചഡ് ആണെന്നുണ്ടെങ്കിൽ സീലിയറി മസിൽസ് എന്തായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ ലെൻസിൻ്റെ എന്താണ്, കർവേച്ചർ കൂടുന്നു, ഭയങ്കര തിന്നാകുന്നുണ്ട്. പിന്നെ എന്താണ്, ലിഗമെന്റ്സിനെ വലിച്ചു പിടിക്കുന്നുണ്ട്, സ്ട്രെച്ചഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര്, സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ കർവേച്ചർ കൂടുന്നുണ്ട്. അതായത് ഇതാണ് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഉള്ളത്, കർവേച്ചർ കൂടും. അതുപോലെ നമ്മുടെ ഈ പറയുന്ന
ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്, ഭയങ്കര റിലാക്സ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സിലിയറി മസിൽസ് എന്തായിരിക്കും? കൺട്രാക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരിക്കും, നേരെ ഓപ്പോസിറ്റ്, ലിഗമെൻറ്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സിലിയറി മസിൽസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ദൂരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. കുറച്ചും കൂടി എക്സാമ്പിൾ പറയാം. നമ്മൾ ഫോണിൽ സെൽഫി എടുക്കുന്നു, സെൽഫി അടുത്ത് വെച്ചെടുക്കുമ്പോൾ നമ്മുടെ ഫേസ് എന്തായിരിക്കും? മത്തങ്ങ പോലെ ഇരിക്കും. അതാണ് സംഭവം. അടുത്തുള്ള ഇമേജിനെ കാണുമ്പോൾ നമ്മുടെ ലെൻസ് മത്തങ്ങ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത് കർവേച്ചർ കൂടുന്നുണ്ട്. അത് ആലോചിച്ചാൽ മതി. സെൽഫി എടുക്കുമ്പോൾ അടുത്താണ്. ഓക്കെ, അടുത്തുള്ള സമയത്ത് നമ്മുടെ ലെൻസ് എന്താണ്? നമ്മുടെ ഫേസ് മത്തങ്ങ പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലെൻസും എന്താണ്? മത്തങ്ങ പോലെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ദൂരെയായിട്ട് ഇപ്പം ഞാൻ കുറച്ച് നീക്കിയിട്ടാണ് സെൽഫി എടുക്കുന്നതെങ്കിൽ എൻ്റെ ഫേസ് കുറച്ചും കൂടി സ്ലിം ആയിട്ട് തോന്നിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ലെൻസ് എന്താ? കുറച്ചും കൂടി സ്ലിം ആയിട്ടിരിക്കും. അതിന് സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ലിഗമെന്റ്സ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചുകൂടെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ആ പറയുന്ന ലെൻസ് ഇങ്ങനെ വലുതായി വന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ല, ഓപ്പോസിറ്റ് പ്രവർത്തനമായിരിക്കും നമ്മുടെ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്തിട്ടിരിക്കും. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് പറയണോ? അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോഴും അതുപോലെ തന്നെ ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോഴും നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചറിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ കൂടുന്നു. നമ്മൾ സെൽഫി എടുക്കുന്ന ആലോചിച്ചാൽ മതി. ആ സമയത്ത് എന്താണ്? ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്, ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ സിലിയറി മസിൽസോ, ഇത് മലയാളത്തിലുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നത്. സിലിയറി മസിൽസ് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കര സ്ട്രെച്ച് ചെയ്തിട്ടിരിക്കും. അതേസമയം നമ്മുടെ ലിഗമെന്റ്സ് എന്ത് ചെയ്തിട്ടിരിക്കും? ഭയങ്കര റിലാക്സ് ചെയ്തിട്ടായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. സിലിയറി മസിൽസ് അതായത് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സങ്കോചിക്കുന്നുണ്ട്. അതായത് മറ്റേത് സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ലിഗമെന്റ്സ് എന്താണ്? വിശ്രമാവസ്ഥയിലായിരിക്കുള്ളൂ. കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, സെൽഫി എടുക്കുമ്പോൾ ഫേസ് മത്തങ്ങ പോലെ ഇരിക്കും. അതുപോലെ ലെൻസ് എന്താണ്? കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ. ഫോക്കൽ ദൂരം ഡിക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ദൂരം കുറവല്ല, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ദൂരം കുറവാണ്. ഇനി ദൂരെയുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ അഗ്രഹമുള്ള വസ്തുക്കളെ ആണെന്നുണ്ടെങ്കിൽ സിലിയറി മസിൽസ് എന്തായിരിക്കും? വിശ്രമാവസ്ഥയിലായിരിക്കും. പക്ഷേ ലിഗമെന്റ് ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കണായിരിക്കും, വലിഞ്ഞിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്തിരിക്കുകയായിരിക്കും. കർവേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കണല്ലേ, അപ്പോൾ കർവേച്ചർ കുറവാണ്. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ആയിരിക്കും, കാരണം ദൂരെയുള്ള വസ്തുക്കൾ അല്ലേ, അപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. ഇനി റെറ്റിനയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ ലെയർ ആണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ഈ റെറ്റിനയിൽ എന്തുണ്ട്? രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ റോഡ് സെൽസും ഉണ്ട്, കോൺ സെൽസും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റെറ്റിനയിൽ 3 പാളി ഉണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോ റിസെപ്റ്റർ ലെയർ, പ്രകാശഗ്രാഹി പാളി, രണ്ടാമത് ബൈപോളാർ സെൽ ലെയർ അല്ലെങ്കിൽ ബൈപോളാർ കോശപാളി, മൂന്നാമത് ഗാംഗ്ലിയോൺ സെൽ ലെയർ അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ കോശപാളി എന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഫോട്ടോ റിസെപ്റ്റർ പാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട് അല്ലെങ്കിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് കോൺ സെല്ലും രണ്ടാമത് റോഡ് സെല്ലും എന്നാണ് പറയുന്നത്. ഈ കോൺ സെല്ല് കോൺ ഷേപ്പ്ഡ് ആണ്, അതായത് ഇതുപോലെ ഐസ്ക്രീമിൻ്റെ കോൺ ഷേപ്പ്ഡ് ആണ്. റോഡ് സെല്ല് സിലിണ്ടറിക്കൽ ഷേപ്പ്ഡ് ആണ്, അത് ഇതുപോലെ ഇരിക്കുന്ന സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും എന്ന് റോഡ് ഷേപ്പ്ഡ് ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി ഈ കോൺ സെല്ലിലായിക്കോട്ടെ റോഡ് സെല്ലിലായിക്കോട്ടെ 2 തരത്തിലുള്ള പിഗ്മെന്റ് കാണാൻ സാധിക്കും. ഓക്കെ, റോഡ് സെല്ലിലാണെങ്കിൽ റെഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കാണാൻ സാധിക്കും. അതേസമയം കോൺ സെല്ലിലാണെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കാണാൻ സാധിക്കും. ഫോട്ടോപ്സിൻ കേട്ടോ. അതായത് റോഡ് സെല്ലിനാണ് 6 ആലോചിച്ചാൽ മതി, റെഡോപ്സിൻ. കോൺ സെല്ലിനാണെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കാണാൻ സാധിക്കും. ഈ 2 പിഗ്മെന്റും നിർമ്മിച്ചിരിക്കുന്നത് ഓപ്സിനും അതുപോലെ റെറ്റിനാലും കൂടിയിട്ടാണ്. രണ്ടും എന്താണ്? ഓപ്സിനും റെറ്റിനാലും കൂടി ചേർന്നിട്ടാണ് ആരുണ്ടായത്? ഈ പറയുന്ന റെഡോപ്സിൻ ഉണ്ടായതും അതുപോലെ തന്നെ ഫോട്ടോപ്സിൻ ഉണ്ടായതും. ഓക്കെ, രണ്ടും ഒരു പദാർത്ഥം വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ എന്താണ്? വ്യത്യസ്തതയുണ്ട്. എല്ലാ കോമ്പോസിഷനും തമ്മിൽ വ്യത്യസ്തത കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. ഓപ്സിൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടീനാണ്. റെറ്റിനാൽ എന്ന് പറഞ്ഞാൽ വിറ്റമിൻ എയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് കണ്ണിൻ്റെ ആരോഗ്യം കറക്റ്റായിട്ട് വരുള്ളൂ. സാധാരണ എപ്പോഴും കാണാറില്ല വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക, അത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മുടെ കോൺ കോശത്തിലായാലും റോഡ് കോശത്തിലായാലും അതിൻ്റെ നിർമ്മാണ വസ്തുക്കൾ ആരൊക്കെയാണ്? ഈ പറയുന്ന പ്രോട്ടീനും അതുപോലെ പ്രോട്ടീനായ ഓപ്സിനും റെറ്റിനാലാണ്. റെറ്റിനാൽ എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്? വിറ്റാമിൻ എയിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. ഓപ്സിനും റെറ്റിനാൽ, അതായത് 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഓക്കെ, ഇതും വരച്ച് കാണിച്ചു തരാം കേട്ടോ മിസ്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ച് കാണിച്ചു തരാം. അതായത് റെറ്റിനയിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്, അല്ലെ ഫോട്ടോ റിസെപ്റ്റർ ലെയറിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഒന്ന് കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങൾ, മറ്റേത് റോഡ് സെൽസ് അല്ലെങ്കിൽ റോഡ് കോശങ്ങൾ. ഓക്കെ അല്ലേ? ഈ കോൺ സെൽസിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണുള്ളത്. ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ട്.
റോഡ് സെല്ലിൽ റെഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. റെഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഈ കോൺ സെല്ല് നിർമ്മിച്ച ഈ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന ആ പിഗ്മെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാലും വെച്ചിട്ടാണ്. ഓപ്സിനും റെറ്റിനാലും വെച്ചിട്ടാണ്. ഇനി അതുപോലെ തന്നെ റെഡോപ്സിനും നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ട് തന്നെയാണ്? ഓപ്സിനും റെറ്റിനാലും വെച്ചിട്ടാണ്. രണ്ടും ഒരുപോലെ അല്ല, പക്ഷേ രണ്ടിൻ്റെ നിർമ്മാണ ഘടകങ്ങൾ ഒന്നാണെങ്കിലും രണ്ടിൻ്റെ കോമ്പോസിഷൻ, അതായത് രണ്ടിലുണ്ടായിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന അളവുകളെല്ലാം വ്യത്യസ്തമാണ്. ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്, റെറ്റിനാൽ എന്ന് പറയുന്ന വിറ്റാമിൻ എയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ടാണ് വിറ്റാമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നത്? എന്തിനാണ്? അതായത് അതിനകത്തെ പിഗ്മെൻറ്റുകളായ അല്ലെങ്കിൽ അതിനകത്തെ കോശങ്ങളായ കോൺ സെല്ലായാലും റോഡ് സെല്ലായാലും അതിനകത്തെ പിഗ്മെൻറ്റിലെ ഫോട്ടോപ്സിനും റെഡോപ്സിനും എന്താവശ്യമാണ്? വിറ്റാമിൻ എയിൽ നിന്ന് വരിക്കുന്ന റെറ്റിനാൽ ആവശ്യമാണ്. കാരണം റെറ്റിനാലിൽ നിന്നാണ്, റെറ്റിനാൽ ഓപ്സിനും കൂടി കൂടിച്ചേർന്നാലാണ് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ റെഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിറ്റാമിൻ എ ആവശ്യമാണെന്ന് പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ, അടുത്തത് കഴിഞ്ഞിട്ട് കോൺ സെല്ലും റോഡ് സെല്ലും കഴിഞ്ഞു. ഇനി നമ്മുടെ ബ്രെയിൻ ഡാർക്കാണ് അല്ലെങ്കിൽ ലൈറ്റ് ഉള്ളതാണെന്ന് എങ്ങനെ തിരിച്ചറിയുമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കാം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇരുട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പകലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വെളിച്ചമാണെന്ന് മനസ്സിലാക്കാനായിട്ട് പ്രകാശഗ്രാഹികളുടെ ഒരു പ്രാഥമികമായിട്ട് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഓക്കെ, പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതിൻ്റെ പേരാണ് ഗ്ലൂട്ടാമേറ്റ്. മലയാളത്തിലും ഗ്ലൂട്ടാമേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ പറയുന്ന പ്രകാശഗ്രാഹികളിലെ, അതായത് നമ്മുടെ ഈ ഒരു ഫോട്ടോ റിസപ്റ്റേഴ്സിലെ പ്രൈമറി ആയിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പേരാണ് ഗ്ലൂട്ടാമേറ്റ്. ഈ ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉൽപ്പാദനം അനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ അറിയുന്നത് ഇപ്പോൾ ഇരുട്ടാണ്, ഇപ്പോൾ അല്ലെങ്കിൽ വെളിച്ചമുണ്ടെന്ന് പറയുന്നത്. ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉൽപ്പാദനം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അപ്പോൾ മനസ്സിലാക്കും എന്ത്? രാത്രിയാണ്, ഡാർക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കും. ഇനി ഗ്ലൂട്ടാമേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് അതിൻ്റെ ഉൽപ്പാദനം വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അത് നമുക്ക് നല്ല നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കും പകലാണ് അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ടെക്സ്റ്റിൽ ഇതുപോലൊരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്കായ സമയത്ത് ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്താണ്? കൂടുന്നുണ്ട്. ഡാർക്കായ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഡാർക്കുള്ള സമയത്ത് എന്താണ്? ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അങ്ങ് ബ്രെയിൻ മനസ്സിലാക്കും. ഓക്കെ, ആ ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ബൈപ്പോളാർ ലെയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനകത്ത് ഓഫ് ബൈപ്പോളാറും ഓൺ ബൈപ്പോളാറും ഉണ്ടെന്ന്. അപ്പം മക്കളെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഡാർക്ക് സമയത്ത് സ്വിച്ച് ഓൺ ആയിരിക്കും ഓഫ് ആയിരിക്കും? ഡാർക്ക് സമയത്ത് സ്വിച്ച്, അതായത് ലൈറ്റ് ഓൺ ആയിരിക്കും ഓഫ് ആയിരിക്കും? ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡാർക്ക് സമയത്ത് ആക്ടിവേറ്റ് ആവുന്നത് ബൈപ്പോളാർ ഓഫാണ്. ഓക്കെ, ഡാർക്ക് സമയത്ത് ബൈപ്പോളാർ ഓഫാണ് ആക്ടിവേറ്റ് ആകുന്നത് കേട്ടോ. ഓക്കെ, ബൈപ്പോളാർ ഓഫാണ് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോൾ ഓൺ എന്ത് ചെയ്യും? ഇനാക്റ്റീവായിട്ട് കിടക്കും. അതായത് രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓൺ സെൽസും ഉണ്ട്, ഓഫ് സെൽസും ഉണ്ട്. ഡാർക്ക് സമയത്ത് ഓഫ് സെൽസ് ആക്ടിവേറ്റ് ആവും, ഓൺ സെൽസ് ഇനാക്റ്റീവായിട്ട് കിടക്കും. ഈ ഓഫ് സെൽസ് അല്ലെങ്കിൽ ഓഫ് ബൈപ്പോളാർ സെൽസ് ഇങ്ങനെ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രെയിൻ അപ്പോൾ മനസ്സിലാകും എന്താണ്? ഇപ്പോൾ ഡാർക്ക് ആണെന്നുള്ളത് മനസ്സിലാകും. അങ്ങനെയാണ് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, നമുക്ക് ഡാർക്ക് ആയിരിക്കുന്ന സമയത്ത് ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ്? ഓഫ് ബൈപ്പോളാർ ആക്ടിവേറ്റ് ആവും. ഓൺ എന്തായിരിക്കും? ചത്ത പോലെ ഇരിക്കണമായിരിക്കും, ഇനാക്റ്റീവായിട്ട് ഇരിക്കണമായിരിക്കും. അപ്പോൾ ഈ ഓഫ് ബൈപ്പോളാർ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാൻ, ഓഫ് ബൈപ്പോളാറിൻ്റെ ജോലി ഡാർക്ക്നെസ്സിൽ ആക്ടിവേറ്റ് ആവുക, അല്ലെ ഗ്ലൂട്ടമേറ്റിൻ്റെ ആ പ്രൊഡക്ഷനിൽ ആക്ടിവേറ്റ് ആകുക എന്ന് വെച്ചാൽ ഡാർക്ക് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ആ മെസ്സേജ് നേരെ എന്താണ്? ഒപ്റ്റിക്കൽ നെർവ് വഴി നേരെ പോകുന്നുണ്ട്. അപ്പോൾ ബ്രെയിൻ മനസ്സിലാക്കും ഡാർക്ക് ആണെന്നുള്ളത്. ഇനി ലൈറ്റിലാണെന്ന സമയത്ത് ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. ലൈറ്റിൻ്റെ സമയത്ത് എന്താണ്? ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? ഓൺ ബൈപ്പോളാർ ഓൺ ആവും. ഓക്കെ, ഓഫ് ബൈപ്പോളാറുടെ ചത്ത പോലെ ഇരിക്കും. ഓഫ് ബൈപ്പോളാർ എന്താണ്? ഈ പറയുന്ന ഡാർക്കിൻ്റെ സമയത്താണ് ആക്ടിവേറ്റ് ആവുന്നത്. പക്ഷേ ഓൺ ബൈപ്പോളാർ എന്താണ്? ഈ പറയുന്ന ലൈറ്റ് ഉള്ള സമയത്ത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഓഫ് ബൈപ്പോളാർ അവിടെ ചത്ത പോലെ ഇരിക്കും. ആ സമയത്ത് ഓൺ ബൈപ്പോളാർ സെൽസ് ആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രെയിൻ മനസ്സിലാക്കും എന്താണ്? ഈ സമയം ലൈറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഇങ്ങനെയാണ് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൊണ്ട് പറയാൻ കുറച്ച് കൺഫ്യൂഷനാണ്. ഡാർക്കുള്ള സമയത്ത് എന്തായിരിക്കും? ഓഫ് ബൈപ്പോളാർ ആക്ടിവേറ്റ് ആവും. ഓഫ് ബൈപ്പോളാർ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ അപ്പം തന്നെ മനസ്സിലാക്കും എന്താണ്? അത് ഡാർക്ക് ആണെന്നുള്ളത്. ഇനി എന്താണ്? ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ബൈപ്പോളാറാണ് ആക്ടിവേറ്റ് ആണ്. ഓൺ ബൈപ്പോളാർ എന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ആണെന്നുള്ളത് ബ്രെയിൻ മനസ്സിലായി. ഓൺ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ലൈറ്റ് ഉള്ള സമയമാണെന്നുള്ളത് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ലൈറ്റും അതുപോലെ തന്നെ ഡാർക്കുള്ള സമയവും ലൈറ്റുള്ള സമയവും നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇരുട്ടിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായിട്ട് ഗ്ലൂട്ടമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ സമയത്ത് ഓൺ ബൈപ്പോളാർ കോശങ്ങൾ പ്രകാശത്തെ തിരിച്ചറിയുന്നവ പ്രവർത്തനരഹിതമായിട്ട് ഇനാക്റ്റീവായിട്ടിരിക്കുന്നു. അതേസമയം നമ്മുടെ ഓഫ് ബൈപ്പോളാർ ആക്ടിവേറ്റ്, ഇരുട്ടിനെ തിരിച്ചറിയുന്ന
തിരിച്ചറിയുന്നവ എന്ത് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ആകുന്നുണ്ട്. അതുവഴി ഓഫ് ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള അതായത് ആവേഗങ്ങൾ ഇമ്പൾസ് നേരെ ബ്രെയിന് കൊടുക്കുന്നു. അപ്പോൾ ബ്രെയിൻ മനസ്സിലാക്കുന്നു ഇരുട്ടാണെന്നുള്ളത്. ഇനി പ്രകാശം വരുന്ന സമയത്ത് ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓഫ് ബൈപോളാർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തനരഹിതമായിട്ടിരിക്കും. ഓൺ ബൈപോളാർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ബൈപോളാറിൻ്റെ കോശങ്ങൾ പ്രകാശത്തിൻ്റെ പ്രസൻസ് അറിയിക്കുന്നതാണ്. ആ മെസ്സേജ് നേരെ ബ്രെയിന് കൊടുക്കുന്നു. അപ്പോൾ ബ്രെയിൻ മനസ്സിലാകുന്നുണ്ട് ഓൺ ബൈപോളാർ ആണ് എനിക്ക് മെസ്സേജ് അയച്ചേക്കണം, അപ്പോൾ എന്താണ് ലൈറ്റ് ആണെന്നുള്ളത് തിരിച്ചറിയുന്നു. ഇങ്ങനെയാണ് ബ്രെയിൻ ഇരുട്ടും ഡാർക്കും തിരിച്ചറിയുന്നത്. ഇനി കളർ വിഷൻ, നമ്മൾ പറഞ്ഞിരുന്നു കളർ വിഷൻ അഥവാ വർണ്ണക്കാഴ്ചയ്ക്ക് സഹായിക്കുന്ന റെറ്റിനയിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ കോൺ കോശങ്ങൾ 3 തരത്തിലാണുള്ളത്. എസ് ഉണ്ട്, എസ് കോൺ സെൽസ് ഉണ്ട്, എം കോൺ സെൽസ് ഉണ്ട്, എൽ കോൺ സെൽസ് ഉണ്ട്. ഇത് പഠിക്കാൻ എളുപ്പമാണ് മക്കളെ. നമ്മൾ ഡ്രസ്സിന് കേട്ടിട്ടുണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. അതുപോലെ തന്നെ കോൺ സെൽസ് സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട് എന്നല്ല പഠിക്കേണ്ടത്. എസ് ഉണ്ട്, എം ഉണ്ട്, എൽ ഉണ്ടെന്ന് പഠിക്കുക. പഠിക്കാൻ എളുപ്പം ആ സൈസ് ഒന്ന് ആലോചിച്ചാൽ മതി. എസ് എം എൽ. ഓക്കെ, സ്മോൾ, മീഡിയം, ലാർജ്. അതുപോലെ തന്നെ കോൺ സെൽസ് 3 തരത്തിലുണ്ട്. എസ് ഉണ്ട്, അതുപോലെ മീഡിയം ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ഉണ്ട്. ഈ എസ് കോൺ സെൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ് ഷോസ് ബെറ്റർ സെൻസിറ്റീവ് അറ്റ് ഷോർട്ട് വേവ് ലെങ്ത്, അതായത് ഏറ്റവും ഷോർട്ട് വേവ് ലെങ്ത് ഉള്ളതിനെ, അതായത് കുറഞ്ഞ തരംഗദൈർഘ്യമുള്ളതിനെ മനസ്സിലാക്കി കൊടുക്കുക. അതായത് എസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലൂ ലൈറ്റിനെ അറിയിക്കുന്നു. ബ്ലൂ ലൈറ്റിനെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് ആരാണ്, എസ് കോൺ സെൽസ് ആണ്. ഇനി അതേസമയം എം കോൺ സെൽസ് എന്താ ചെയ്യുന്നത്, ഗ്രീൻ ലൈറ്റിനെ കാണാനായിട്ട് സഹായിക്കുന്നു. എൽ കോൺ സെൽസ് എന്താണ്, റെഡ്, ഏറ്റവും പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കൂടുതൽ ആർക്കാണ്, റെഡ് ആണ്. റെഡിനെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ അല്ലേ? എസ് എന്താണ്, ബ്ലൂ ആണ്. എം എന്താണ്, ഗ്രീൻ ആണ്. എൽ എന്താണ്, റെഡ് ആണ്. കേട്ടോ, കണ്ടോ? ഫസ്റ്റ് എസ് ബ്ലൂ ആണ്, എം എന്ന് പറയുന്നത് ഗ്രീൻ ആണ്, എൽ എന്ന് പറയുന്നത് റെഡ് ആണ് കേട്ടോ. ഇനി ഈ എസ് കോൺ സെൽസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന CR7 ആണ്. നിങ്ങൾ വിചാരിക്കും CR7 എന്താണ്? CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല. CR7 എന്ന് വെച്ചാൽ ക്രോമസോം നമ്പർ 7 ആണ് നമ്മുടെ ബ്ലൂ കോൺ സെൽസിൻ്റെ പ്രൊഡക്ഷനായിട്ട് സഹായിക്കുന്നത്. ഇനി ഗ്രീൻ കോൺ സെൽസും ബ്ലൂ കോൺ സെൽസിനെ സഹായിക്കുന്നത് എക്സ് ക്രോമസോംസ് ആണ്. നമ്മുടെ ഈ പറയുന്ന ഗ്രീൻ കോൺസിൻ്റെയും അതുപോലെ തന്നെ ക്രോമസോം ഗ്രീൻ കോണും അതുപോലെ റെഡ് കോൺ സെൽസിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നത് എക്സ് ക്രോമസോംസ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഈ വർണ്ണ കാഴ്ചകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ 3 കളർ പ്രൈമറി കളേഴ്സ് ആണല്ലോ നമ്മുടെ ഈ പറയുന്ന ബ്ലൂ ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ, റെഡ് ആയിക്കോട്ടെ. ഈ കളറുകളെ കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അവരെ കളർ ബ്ലൈൻഡ്നെസ് എന്നാണോ പറയുന്നത്. ചില ആൾക്കാർക്ക് ഈ 3 കളർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ടായില്ല. അവരെ നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് കൂടുതലും മിക്കവാറും റെഡ് ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ, അത് കൂടുതൽ പുരുഷന്മാരിലാണ് കാണപ്പെടുന്നത്. കാരണം അത് എക്സ് ക്രോമസോംസ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ച് എക്സ് വൈ എന്നുള്ള ക്രോമസോംസ് ആണ് അവർക്കുള്ളത്. പെൺകുട്ടികൾക്ക് എക്സ് 2 ഉണ്ട്. ഒരെണ്ണം പ്രവർത്തിച്ചില്ലെങ്കിലും മറ്റേത് പ്രവർത്തിച്ചോളും. ഓക്കെ, അപ്പോൾ ഇനി പ്രകാശം വരുന്നതനുസരിച്ച് നമ്മൾ ഈ പറയുന്ന കോൺ സെൽസ് സ്റ്റിമുലേറ്റ് ആവുന്നു. റെഡ് വരുമ്പോഴാണെങ്കിൽ എന്താണ് ഈ പറയുന്നത്, എല്ല് സ്റ്റിമുലേറ്റ് ആവുന്നു. അതിന് ഗ്രീൻ വരികയാണെങ്കിൽ എം സ്റ്റിമുലേറ്റ് ആവുന്നു. ഇനി ബ്ലൂ കളർ വരികയാണെങ്കിൽ എസ് സ്റ്റിമുലേറ്റ് ആവുന്നു. ഇനി ചില സമയത്ത് റെഡും ഗ്രീനും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അവർ രണ്ടും കൂടി ഒരുമിപ്പിച്ചിട്ട് മഞ്ഞ നിറം അല്ലെങ്കിൽ യെല്ലോ എന്ന് പറയുന്ന ആ ഒരു കളറിനെ നമ്മളെ കാണിക്കുന്നു. ഓക്കെ, ഇനി മൂന്നും അതായത് ഇപ്പോൾ റെഡ് ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ, ബ്ലൂ ആയിക്കോട്ടെ, 3 കൂടി ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ആയിട്ട് കാണുന്നു. ഓക്കെ, വൈറ്റ് കളർ എന്ന് പറയുന്ന 3 തരം കോണുകൾ ഒരുമിച്ച് ഉത്തേജിച്ച് വൈറ്റ് എന്ന് പറയുന്ന വിഷൻ നമുക്ക് സാധ്യമാക്കി തരുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ഇമേജ് ആണ്. നിങ്ങൾ ഓൾറെഡി ഇത് ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് എക്സ് ക്രോമസോംസിൻ്റെ കാര്യം പറഞ്ഞതാണ്, ബ്ലൂവിൻ്റെ. ഇനി ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 2 കണ്ണുണ്ട്. രണ്ടിലും 2 ഇമേജാണ് കാണുന്നത് അല്ലേ? രണ്ട് ഇമേജ്. നിങ്ങളിപ്പോൾ എന്നെ 2 ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഈ പെൺ നിങ്ങൾ 2 ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല, ഒറ്റയായിട്ടാണ് കാണുന്നത്. ആ കണ്ണിൻ്റെ ആ ഒരു കഴിവിനെ ബൈനോക്കുലർ വിഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് 2 കണ്ണും 2 ഇമേജാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഒരുമിപ്പിച്ച് ലയിപ്പിച്ചതിന് ശേഷം ഒറ്റ ഇമേജ് ആയിട്ടാണ് പോകുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതായത് 2 കണ്ണിനുമുള്ള ഇമേജിനെ ഒരുമിച്ചാക്കി സെയിം ആക്കി ലയിപ്പിക്കുന്നതിനെയാണ് ബൈനോക്കുലർ ഫ്യൂസ് ചെയ്യുക. 2 കണ്ണിലെ ഇമേജുകൾ ഒരുമിച്ച് ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും 3D ഇമേജ് തരാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതെന്താണ്, വസ്തുക്കൾ തമ്മിൽ എത്രത്തോളം ദൂരമുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനും ഈ പറയുന്ന ബൈനോക്കുലർ വിഷൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ 2 കണ്ണിൻ്റെയും കൂടി ഒരുമിച്ച് ഈ പറയുന്ന ഇമേജ് വന്നിട്ട് ഈ കൂട്ടിമുട്ടുന്ന സ്ഥലത്തിന് ഒപ്റ്റിക്കൽ കയാസ്മ എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ ഇമേജ് വരാം, കാരണം കഴിഞ്ഞ വർഷം വരെ ഇത് ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകുക. 2 കണ്ണിൻ്റെയും ഒപ്റ്റിക്കൽ നെർവ് ആ ഒരു കൂട്ടിമുട്ടുന്ന സ്ഥലത്തിനെ എന്ത് വിളിക്കുന്നു, ഒപ്റ്റിക്കൽ കയാസ്മ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഐ ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ്, കണ്ണിൻ്റെ രോഗങ്ങളും വൈകല്യങ്ങളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് സൈനസ് ആണ്. അതായത് മലയാളത്തിൽ എന്ത് വിളിക്കുന്നു, ഹ്രസ്വദൃഷ്ടി എന്ന് വിളിക്കുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. എൻലാർജ്ഡ് ഐബോളിൻ്റെ സൈസ് കൂടുന്നൊരു കണ്ടീഷനാണ്. അതായത് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക.
ഓക്കെ, ഇനി അടുത്തത് ലോങ് സൈറ്റ്. ലോങ് സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടർ ഐബോൾ ചെറുതാകുന്നു, ലെസ് കർവ്ഡ് കോർണിയ ആകുന്നു. ലോങ് സൈറ്റ് ആണെങ്കിൽ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. ഓക്കെ, ഷോർട്ട് സൈറ്റ് ആണ് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. സോറി കേട്ടോ, ഷോർട്ട് സൈറ്റ് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല, ലോങ് സൈറ്റ് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ റീസൺ. ഷോർട്ടർ ഐബോൾ ആണ്, ഐബോൾ ചെറുതാകുന്നതാണ് കേട്ടോ, നേത്രഗോളം ചെറുതാകുന്നതാണ്. അതിനെന്താണ് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെയാണെങ്കിൽ കോൺകേവ് ലെൻസ്, ലോങ് സൈറ്റ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ്. ഇനി അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ മലയാളം അസ്റ്റിഗ്മാറ്റിസം എന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർണിയയിലെയും കണ്ണിലെ ലെൻസിൻ്റെ ക്രമരഹിതമായിട്ടുള്ള ഷേപ്പാണ്. ഓക്കെ, കറക്റ്റ് ഷേപ്പ് അല്ലാത്തത് കൊണ്ടാണ് അസ്റ്റിഗ്മാറ്റിസം വരുന്നത്. സിലിണ്ട്രിക്കൽ ലെൻസാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് കാറ്ററാക്ട്. അറിയാലോ, തിമിരമാണ്. ഐ ബിക്കം ഒപ്പേക്ക്, അതായത് ലെൻസ് ഐ അല്ല ലെൻസ്, അതായത് ഈ പറഞ്ഞ ഒപ്പേക്ക് ആവുക, സുതാര്യമാവുക, അതായത് സുതാര്യമായത് അധാര്യമായിട്ട് മാറുക. അതിന് സർജറി തന്നെ ചെയ്യണം. ഇനി ഗ്ലൂക്കോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്യൂസ് ഹ്യൂമർ നമ്മൾ രക്തത്തിൽ നിന്ന് ആഗിരണം ചെയ്യും, രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെയിലിയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ നെർവുകളൊക്കെ ഡാമേജ് ആവുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ലേസർ സർജറി, പിന്നെ ഐ ഡ്രോപ്പ്, അതുപോലെ മെഡിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. കൺജക്റ്റിവിറ്റീസ്, നമ്മൾ കണ്ണിക്കേട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൺജക്റ്റൈവയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതാണ് കൺജക്റ്റിവിറ്റീസ് എന്ന് പറയുന്നത്. അതിന് ആൻറ്റിബയോട്ടിക്കും ആൻറ്റിവൈറൽ ഡ്രോപ്സും ഓയിൽമെൻറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെയാണ് കൺജക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ കണ്ണിക്കേട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് കൺട്രോൾഡ് ആയിട്ട് ഡയബറ്റിസ്, നമുക്ക് ഈ പറയുന്ന പ്രമേഹ രോഗങ്ങളൊക്കെ കണ്ണിനെയാണ് ആദ്യം ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ നെർവുകളെ അത് ബാധിക്കുന്നു, അത് ഡാമേജ്ഡ് ആവുന്നു, അതുവഴി കാഴ്ച വരെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനായിട്ട് ഷുഗർ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് യൂസ് ചെയ്യുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നസ്, അതായത് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാത്രിയിൽ കാഴ്ച ഉണ്ടാകില്ല, മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാകില്ല. സിറോഫ്താൽമിയ എന്ന് വെച്ചാൽ വിറ്റാമിൻ എ കണ്ടിന്യൂസ് ആയിട്ട് അഭാവം വന്നുകൊണ്ടിരിക്കുന്നു ഡ്യൂ ടു പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ. അതായത് കുറേ കാലത്തേക്ക് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി, നമ്മൾ വിറ്റാമിൻ എയുടെ ഇരിക്കുന്ന ഒന്നും കഴിക്കുന്നില്ല, അങ്ങനെ വരുമ്പോൾ അപ്പോൾ ലീഡ് ചെയ്യുന്നതാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറയുന്ന പോലെ കോർണിയ ബിക്കം ഒപ്പേക്ക്, നമ്മുടെ കോർണിയ ഭയങ്കര അധാര്യമായിട്ട് മാറുന്നൊരു കണ്ടീഷനാണ്, കണ്ണിങ്ങനെ പഴുത്ത പോലെ ഇരിക്കും, അതാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മളിപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം എപ്പോഴും ഉൾപ്പെടുത്താം. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ ചോറും പരിപ്പും അല്ലെങ്കിൽ ചോറും കടല അല്ലെങ്കിൽ ചോറും ചിക്കനും എന്നതിലുപരി എപ്പോഴും ഒരു വെജിറ്റബിൾസും ഒരു ഫ്രൂട്ട്സും കൂടി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അപ്പോൾ മലയാളത്തിൽ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേൾഡ് സൈറ്റ്, നമുക്ക് ലോക കാഴ്ച ദിനം പറയുന്നത് ഒക്ടോബർ ആണ് കേട്ടോ. ഒക്ടോബർ വ്യാഴാഴ്ച, രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ വേൾഡ് സൈറ്റ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇത് നമ്മൾ ആഘോഷിക്കാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കണ്ണിൻ്റെ സംരക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ ബാഹ്യലോകത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കഴിഞ്ഞ വർഷത്തെ 2024 ലോക കാഴ്ചാ ദിന സന്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളെ, നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക. എന്തുകൊണ്ടായിരിക്കും കുട്ടികളെ ഉദ്ദേശിച്ചത്? കാരണം കുട്ടികൾ ഇപ്പോൾ സ്ക്രീൻ ടൈം ഒക്കെ ഭയങ്കര കൂടുതലാണ്, രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂസ് ചെയ്യേണ്ട. കുട്ടികൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1 വയസ്സും 2 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ പാരൻസ് ഫുഡ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കുന്നു, സ്ക്രീൻ ടൈം കൊടുക്കുന്നൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. ശരിക്കും അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, പക്ഷേ അത് അവരുടെ കണ്ണിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്ക്രീൻ ടൈമൊക്കെ മാക്സിമം കുറയ്ക്കുക, അതുപോലെ കറക്റ്റായിട്ട് ഉറങ്ങാം. ഓക്കെ, ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ഐ, നേത്ര സംരക്ഷണത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വാഷ് ദ ഐ ഫ്രീക്വൻലി, അതായത് കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക, വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ എന്താണ്, കണ്ണിൻ്റെ ഈർപ്പവും ആരോഗ്യവും നിലനിർത്താനായിട്ട് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും വെള്ളം കുടിക്കുക കേട്ടോ. നമ്മുടെ സ്കിന്നിന് മാത്രമല്ല കണ്ണിനും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ പുറത്ത് പോകുമ്പോൾ സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ കണ്ണിൽ അടിക്കാതിരിക്കാൻ എന്ത് ചെയ്യുക? സൺഗ്ലാസ് വയ്ക്കുക. അതൊരിക്കലും സ്റ്റൈലല്ല, നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ. നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് സൺക്രീമൊക്കെ ഓരോരുത്തർ തേക്കും. അതുപോലെ കണ്ണിനും ഈ പറഞ്ഞ UV റേഡിയേഷൻസ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഗ്ലാസസ് ഒക്കെ യൂസ് ചെയ്യുക. ആവശ്യത്തിന് ഉറങ്ങുക. അതായത് കുറേ പേരുണ്ട് രാത്രി 11 മണി 2 മണി 3 മണി ഒരു ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ഉറങ്ങാതിരിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആവശ്യത്തിന് ഉറങ്ങിയാൽ അത് കണ്ണിൻ്റെ ആരോഗ്യം ഇത്തിരി കൂടി കൂട്ടും. അതല്ലാതെ നമ്മുടെ കണ്ണിനൊരു റെസ്റ്റ് വേണ്ടടാ, അതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപകടപരമായ അങ്ങനെ എന്താണ് ഭയങ്കര കെമിക്കലായിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ കണ്ണിൽ ഉപയോഗിക്കുന്നതൊക്കെ കുറയ്ക്കുക. അത് നമ്മുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അപകടരഹിതമായ രാസവസ്തുക്കൾ ചർമ്മത്തിന് സമ്പർക്കം ഉണ്ടാവുന്ന അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ അടുത്തത് വീടിൻ്റെ ഉള്ളിൽ മിതമായ വെളിച്ചം. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഇരുട്ടിലൊന്നും പോയിരിക്കാതെ കറക്റ്റായിട്ട് ലൈറ്റുള്ള സ്ഥലത്ത് വന്നിരിക്കുക. ഓവർ ലൈറ്റും പാടില്ല, കറക്റ്റ് ലൈറ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ ഇലക്ട്രോണിക് ഉപകരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിജിറ്റൽ ഡിവൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
എന്താണ് ഫോണാണ്. ഫോൺ അതാണ് മെയിൻ കാര്യം. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കുറവ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ എന്തായിക്കോട്ടെ എങ്കിലും എന്താണ് അവർക്ക് 1 മണിക്കൂർ മാക്സിമം കേട്ടോ, മാക്സിമം അത്രേ കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാനേ പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഐ ഡൊണേഷൻ ആണ്, നേത്രദാനം. അത് നമുക്ക് ഓൾറെഡി അറിയാം. മരണശേഷം നമ്മുടെ കണ്ണുകൾ ദാനം കാഴ്ചയില്ലാതെ 2 പേർക്ക് കിട്ടും. വെറുതെ മണ്ണിനോട് മണ്ണായി ചേരുന്നതിനേക്കാൾ നല്ലതാണ് 2 പേർക്ക് കാഴ്ച കിട്ടുന്നത്. നമ്മൾ മരിച്ചാലും നമ്മുടെ കണ്ണിലൂടെ അവർ കാഴ്ചകൾ കാണട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ ഐ ഡൊണേഷൻ എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. അതായത് മരണശേഷം നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നതിനെയാണ് ഐ ഡൊണേഷൻ എന്ന് പറയുന്നത്. കോർണിയ, അതായത് കോർണിയ വന്ന് എടുത്തുകൊണ്ടുപോകും. അതിനെ കീറി മുറിക്കൊന്നുമില്ല, വളരെ ചെറിയൊരു പ്രൊസീജിയറാണ്. അവർ വന്ന് എടുത്തുകൊണ്ടുപോകും. ഇത്ര മണിക്കൂറിനുള്ളിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കോർണിയ ശസ്ത്രക്രിയ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. കോർണിയ നഷ്ടപ്പെട്ട ആൾക്കാർക്ക്, അതായത് കോർണിയക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന ആൾക്കാർക്ക് ഈ പറയുന്ന സർജറി വഴി അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാഴ്ച ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചാർട്ട് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്നെൽ ആൻഡ് ചാർട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ കാഴ്ച പരിശോധിക്കാനുള്ള ഒരു ചാർട്ടാണ്. ഏറ്റവും മുകളിൽ വലിയ ലെറ്റേഴ്സ് ആയിരിക്കും എഴുതിയിരിക്കുന്നത്, താഴത്തേക്ക് വരുന്നവരും ചെറിയ ചെറിയ ലെറ്റേഴ്സായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ച വ്യക്തിഗത പരിശോധനയ്ക്ക് നിരവധി ചാർട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോമൺലി നമ്മൾ ആ സ്നെൽ ആൻഡ് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. മുകളിൽ എന്താണ്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോടും ഈ പറയുന്ന ആ ഒരു അക്ഷരത്തിൻ്റെ വലിപ്പം, അതുപോലെ ആ ചിഹ്നമൊക്കെ എന്താണ്, വലിപ്പത്തിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ഇത് ചെയ്യുമ്പോൾ 20 അടി ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 20 ഫീറ്റ് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അവരെ കൊണ്ട് വായിപ്പിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒരു ഭിന്നസംഖ്യ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു എന്താണ് ആ ഫ്രാക്ഷൻ അത് നോക്കിയിട്ടാണ് അവർക്ക് എത്രത്തോളം കാഴ്ചശക്തി ഉണ്ട് ഇല്ല അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് ആ ഡോക്ടർ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി ഒഫ്താൽമോളജി എന്ന് പറയുന്നത് ഈ കണ്ണിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു മേഖലയാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. നേത്രരോഗങ്ങളും അതുപോലെ തന്നെ വൈകല്യങ്ങളും അതിനെയൊക്കെ ചികിത്സിക്കുകയും പ്രതിരോധിക്കുകയും എന്നിവയിൽ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന പ്രത്യേകതരം വൈദ്യശാസ്ത്ര മേഖലയാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശസ്ത്രക്രിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒഫ്താൽമോളജി നമുക്ക് എടുക്കാം. ഒഫ്താൽമോളജി ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ MBBS കഴിഞ്ഞതിന് ശേഷം ഒഫ്താൽമോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുക. അതല്ലാതെ ഈ പറഞ്ഞ കണ്ണിൻ്റെ പരിശോധന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒഫ്താൽമോളജി എന്ന് പറയുന്ന തൊഴിലവസരങ്ങളൊക്കെ നമ്മളുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കണ്ണിൻ്റെ പോർഷൻ തീരുകയാണ്. ചെവി, അതായത് നിങ്ങളുടെ കേൾവിനെ കുറിച്ചും അതുപോലെ ബാക്കിയുള്ള സെൻസ് ഓർഗനെ കുറിച്ചൊക്കെ ഉണ്ട്. അത് മിസ് അടുത്ത വീഡിയോയിലായിട്ട് പറയാം കേട്ടോ. ഇന്നപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയാണ്. വളരെ സിമ്പിളായിരിക്കുന്ന ടോപ്പിക്കാണ്, കുറച്ച് ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ടഫാണെന്ന് വെച്ചാൽ തൊടാതെ ഒന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ, സീ യു.